നമസ്കാരം. വന്യജീവി ആക്രമണങ്ങളിൽ പൊറുതിമുട്ടി ഒരു ജനത തെരുവിലിറങ്ങിയതിന് പിന്നാലെ സ്ഥലത്തെ എംപിയും രാജ്യത്തെ പ്രധാന പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധി സ്വന്തം മണ്ഡലം സന്ദർശിച്ച ഒരു വാർത്താപ്പകലാണ് കടന്നുപോകുന്നത്. സംസ്ഥാന സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കി ആദ്യ പ്രതികരണം, പിന്നാലെ കാടിറങ്ങി വന്ന കൊലയാളികൾ കവർന്ന പാവങ്ങളുടെ വീടുകളിലേക്ക്. മാനന്തവാടി സർക്കാർ മെഡിക്കൽ കോളേജിന് ആശുപത്രി എന്ന് പേര് മാത്രമേ ഉള്ളൂ എന്ന് പരിഹാസം. അത് ആരോടാണെന്നത് ജനങ്ങൾ ഉന്നയിക്കുന്ന മറ്റൊരു ചോദ്യമാണ്. ഏകോപനത്തിന് നേരിട്ട് പോകേണ്ടെന്ന് ജില്ലയുടെ ചുമതലയുള്ള വനം മന്ത്രി തന്നെ പറയുമ്പോൾ ഗവർണർ ചുരം കയറാൻ ഒരുങ്ങുകയാണ്. പുൽപ്പള്ളിയിലെ ജനരോഷത്തെ കേസെടുത്ത് തോൽപ്പിക്കാനാണ് സർക്കാർ നീക്കം. കാട്ടാനയും കടുവയും കരടിയും സ്വന്തക്കാരുടെ ജീവൻ കവരുന്നതിൽ ഭയന്നു വിറച്ച് തെരുവിലിറങ്ങിയവർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസ്. കേസും പുക്കാറും ഒരു വഴിക്ക് നടക്കുമ്പോൾ പുൽപ്പള്ളിയിൽ ഇന്നും കടുവ ഇറങ്ങി. മൃഗങ്ങൾ മനുഷ്യർക്ക് വെല്ലുവിളിയാകുമ്പോൾ നാട്ടിലാകെ ജനരോഷം ഉയരുമ്പോൾ മറ്റൊരിടത്ത് സർക്കാരും ഗവർണറും വീണ്ടും കൊമ്പുകോർക്കുകയാണ്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവിനെ ക്രിമിനൽ എന്ന് വിളിച്ചാണ് ഗവർണറുടെ പ്രതികരണം. കേരള സർവകലാശാല സെനറ്റ് യോഗം റദ്ദാക്കാൻ ഗവർണർ നിയമോപദേശം തേടിയതും ഈ വാർത്താപ്പകൽ കണ്ടതാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള കളമൊരുങ്ങുമ്പോൾ മുന്നണികളുടെ സ്ഥാനാർത്ഥി ലിസ്റ്റുകൾ ഒറ്റപ്പേരിലേക്ക് ചുരുങ്ങുകയാണ്. അങ്ങനെ ഈ വാർത്താപ്പകലിൽ സംഭവിച്ചതെല്ലാം വിശദമായി പരിശോധിക്കാം. ഇന്ന് സംഭവിച്ചതിലേക്ക് സ്വാഗതം. കാടിറങ്ങുന്ന വന്യതയിൽ പ്രതിഷേധം പുകയുന്നതിനിടെ വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ സന്ദർശനം. വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ വീടുകൾ രാഹുൽ ഗാന്ധി സന്ദർശിച്ചു. ഭാരത് ജോഡോ ന്യായ് യാത്രയ്ക്ക് ഇടവേള നൽകിയാണ് രാഹുൽ വയനാട്ടിലെത്തിയത്. കണ്ണൂരിൽ നിന്ന് പുലർച്ചെ റോഡ് മാർഗം വയനാട്ടിലേക്ക് തിരിച്ച രാഹുൽ ഗാന്ധി 7:45 ചാലിഗദ്ദയിലെത്തി. ബേലൂർ മഖനെ എന്ന കൊലയാളി ആനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അജീഷിന്റെ വീട്ടിലാണ് രാഹുൽ ആദ്യം എത്തിയത്. ഞാൻ രാഹുൽ ഗാന്ധിനോട് പറഞ്ഞു, അന്ന് പറഞ്ഞ ഞാൻ ഒന്നും കൂടി പറഞ്ഞു. പിന്നെ ഞാൻ ഒന്നും കൂടി പറഞ്ഞു, എനിക്ക് ആ സോൻ ചേച്ചിക്ക് പറ്റിയാണെങ്കിൽ ഇനി ആർക്കും വരലെന്നും കൂടി ഞാൻ എടുത്തു പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് നമുക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യാന്ന്, നമ്മൾ സപ്പോർട്ട് ചെയ്യുക, എന്നാ സഹായം വേണേ നമുക്ക് സഹായം വേണേ ചെയ്തു തരാമെന്നും പറഞ്ഞു. കാട്ടാനയുടെ ആക്രമണത്തിൽ മരിച്ച PV പോളിന്റെ പാക്കത്തെ വീട്ടിലും ആശ്വാസവുമായി രാഹുലെത്തി. ചികിത്സിക്കുന്നതിൽ വീഴ്ചയെന്ന ആരോപണം ആവർത്തിച്ച് കുടുംബം. വീടിന്റെ കാര്യം, കൊച്ചിന്റെ വിദ്യാഭ്യാസം, ഈ കുടുംബത്തെ ചെലവല്ല, ഞങ്ങൾക്ക് ജീവിക്കാൻ മാർഗമില്ലാത്തവരാണ്. ഇപ്പൊ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമുണ്ട്, അതുപോലെ തന്നെ ഞങ്ങൾക്ക് പോകണം മുന്നോട്ട് പോകാം. കടുവയുടെ ആക്രമണത്തിൽ കഴിഞ്ഞ ഡിസംബറിൽ കൊല്ലപ്പെട്ട മൂടക്കൊല്ലി സ്വദേശി പ്രജീഷിന്റെ വീടും രാഹുൽ ഗാന്ധി സന്ദർശിച്ചു. തുടർന്ന് ഹെലികോപ്റ്റർ മാർഗം കണ്ണൂർ വിമാനത്താവളത്തിലെത്തിയ രാഹുൽ ഗാന്ധി പ്രത്യേക വിമാനത്തിൽ അലഹബാദിലേക്ക് പോയി. ഭാരത് ജോഡോ ന്യായ് യാത്രയ്ക്കിടെയാണ് പ്രത്യേക സാഹചര്യം കണക്കിലെടുത്തുള്ള രാഹുലിന്റെ മണ്ഡല സന്ദർശനം. 24 വയനാട്. വയനാട്ടിൽ വന്യജീവി ആക്രമണം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധി എംപിയുടെ നേതൃത്വത്തിൽ അവലോകന യോഗം ചേർന്നു. കർണാടക, തമിഴ്നാട് സംസ്ഥാനങ്ങളിലെ വനം വകുപ്പുകളുമായി സഹകരണം വർദ്ധിപ്പിക്കണമെന്നും മാനന്തവാടി മെഡിക്കൽ കോളേജിന്റെ പരിമിതികൾ അടിയന്തരമായി പരിഹരിക്കണമെന്നും രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു. വിനോദസഞ്ചാരമായി സ്വന്തം മണ്ഡലത്തിൽ വന്നു പോകുന്നതിന് പകരം രാഹുൽ ഗാന്ധി സജീവമായി ഇടപെടണമെന്ന് വി മുരളീധരൻ പറഞ്ഞു. കൊല്ലപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളെ സന്ദർശിച്ച ശേഷമാണ് രാഹുൽ ഗാന്ധി കൽപ്പറ്റയിലെ അവലോകന യോഗത്തിൽ പങ്കെടുത്തത്. ജില്ലാ കളക്ടർ, DFO, SP തുടങ്ങി വിവിധ വകുപ്പ് മേധാവികൾ യോഗത്തിൽ പങ്കെടുത്തു. മെഡിക്കൽ കോളേജിൽ സൗകര്യങ്ങൾ ഒരുക്കുന്നത് നീണ്ടുപോകുന്നത് ഗൗരവകരമാണ്. മുഖ്യമന്ത്രിയുമായി സംസാരിക്കാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല. വീണ്ടും ശ്രമിക്കുമെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. I tried to call the Chief Minister this morning. He is not available, so I'm looking forward to calling him and having this conversation with him, because I would also like to apprise him directly of what the people of Wayanad are going through. രാഹുൽ ഗാന്ധിക്കെതിരെ കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ രംഗത്തെത്തി. മെഡിക്കൽ കോളേജ് നടപ്പാക്കുന്നതിനുള്ള സമ്മർദ്ദം കേരള സർക്കാരിന്മേൽ ചെലുത്താൻ MP-ക്ക് കഴിയണമെന്ന് വി മുരളീധരൻ പറഞ്ഞു. നമ്മുടെ വയനാട് MP ഇന്ന് അവിടെ എത്തിയിട്ടുണ്ടെന്ന് അറിഞ്ഞു. അദ്ദേഹം ഇപ്പോഴെങ്കിലും എത്തിയത് നന്നായി. അദ്ദേഹം ഇത്രയും കാലം ഈ മെഡിക്കൽ കോളേജിൻ്റെ കാര്യം അദ്ദേഹത്തിൻ്റെ സ്വന്തം മണ്ഡലമല്ലേ, ആ മണ്ഡലത്തിൽ അദ്ദേഹം മെഡിക്കൽ കോളേജ് എന്തുകൊണ്ട് ഉണ്ടായില്ല, അതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ എടുക്കുന്നതിന് എന്തായിരുന്നു പ്രശ്നം, ഈ കാര്യങ്ങളൊക്കെയല്ലേ ഒരു MP നോക്കേണ്ടത്. ഇന്നലെ വൈകുന്നേരം കണ്ണൂർ വിമാനത്താവളത്തിലെത്തിയ രാഹുൽ പുലർച്ചെ റോഡ് മാർഗമാണ് വയനാട്ടിലെത്തിയത്. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP, MLA-മാരായ T സിദ്ദീഖ്, IC ബാലകൃഷ്ണൻ എന്നിവർ രാഹുൽ ഗാന്ധിക്കൊപ്പമുണ്ടായിരുന്നു. 24 കോഴിക്കോട്. വന്യജീവി ശല്യത്തിൽ ജനരോഷം രൂക്ഷമായതോടെ വയനാട് സന്ദർശിക്കാൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നാളെ വയനാട്ടിലെത്തും.
കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പോളിന്റെയും അജീഷിന്റെയും കുടുംബാംഗങ്ങളെ കാണും. മാനന്തവാടി ബിഷപ്പുമായും കൂടിക്കാഴ്ച നടത്തും. സുർജിത്ത് അയ്യപ്പത്ത് ചേരുന്നുണ്ട് വയനാട്ടിൽ നിന്ന് വിശദാംശങ്ങളുമായി. സുർജിത്ത്, ജില്ലയുടെ ചുമതലയുള്ള വനമന്ത്രി AK ശശീന്ദ്രൻ താൻ നേരിട്ടെത്താത്തതിൽ അല്ലെങ്കിൽ ഏകോപനത്തിൽ കുറവില്ല എന്ന് വാദിക്കുമ്പോൾ, അല്ലെങ്കിൽ പ്രതിപക്ഷം കോൺഗ്രസ് ഒക്കെ മന്ത്രിയുടെ അസാന്നിധ്യം വയനാടിന്റെ ചുമതലയിൽ നിന്ന് AK ശശീന്ദ്രനെ മാറ്റണമെന്നുള്ള ആരോപണവും ആവശ്യവും ഉന്നയിക്കുമ്പോൾ തന്നെയാണ് ഗവർണർ ചുരം കയറാൻ ഒരുങ്ങുന്നത്. ഏതായാലും വയനാട്ടിലെ ഈ വന്യജീവി ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട സർക്കാർ നടപടികൾ, അതിൽ വലിയ രാഷ്ട്രീയ വിമർശനങ്ങൾ കൂടി ഇന്ന് ഉയരുന്നുണ്ടല്ലോ. രാഹുൽ ഗാന്ധി ഇന്ന് ഉന്നയിച്ച കുറേ ആരോപണങ്ങൾ കൂടി അതിനെ ചൂട് പിടിപ്പിക്കുന്നുണ്ടല്ലോ, രാഷ്ട്രീയ ആരോപണങ്ങളെ. അത്തരത്തിൽ ഗുരുതരമായ ഒരു രാഷ്ട്രീയ ആരോപണം എന്നുള്ള നിലയിലല്ല ഇതിനെ കാണേണ്ടത്. വയനാടിൻ്റെ ഒരു പൊതുപ്രശ്നം എന്നുള്ള നിലയിലാണ് MP അവതരിപ്പിച്ചത്. മാത്രമല്ല, ഈ രാഷ്ട്രീയ വിഷയങ്ങളിലുള്ള ചോദ്യങ്ങളിൽ അദ്ദേഹം ഒരു തരത്തിലുള്ള മറുപടിയും വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. ഇവിടെ വയനാട് കാലങ്ങളായി ആവശ്യപ്പെടുന്ന വിഷയങ്ങൾ അത് ചൂണ്ടിക്കാട്ടുന്ന വിധത്തിലേക്ക് ഉള്ള കാര്യങ്ങളാണ് അദ്ദേഹം സംസാരിച്ചത്. ഈ നേരത്തെ ഉണ്ടായി, അടുത്ത ദിവസങ്ങളായി ഉണ്ടായി വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട മരണങ്ങളിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അദ്ദേഹം പ്രതികരിച്ചത്. ഇവിടുത്തെ RRTകളുടെ എണ്ണം വർദ്ധിപ്പിക്കണം. ഈ സംസ്ഥാനങ്ങൾ തമ്മിൽ, അതായത് വനമേഖല പങ്കിടുന്നത് തമിഴ്നാടും കർണാടകയും ഉൾപ്പെടെയുള്ള മേഖലയാണ്. പലപ്പോഴും കർണാടകയിൽ നിന്നുള്ള ഈ വന്യമൃഗങ്ങൾ ഇവിടേക്ക്, അവിടെ റേഡിയോ കോളർ ഉൾപ്പെടെ ഘടിപ്പിച്ച് വിടുന്ന വന്യമൃഗങ്ങൾ ഇവിടേക്ക് കടന്നു വരുന്നു. അത് ആക്രമണത്തിന്, ആളുകളെ ആക്രമിക്കുന്നതിലേക്കും കൊലപ്പെടുത്തുന്നതിലേക്കും കാര്യങ്ങൾ എത്തുന്നു. അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ഈ ഇതര സംസ്ഥാനങ്ങളുമായി സഹകരിക്കേണ്ടതിൻ്റെ കാര്യങ്ങളെ സംബന്ധിച്ചുമൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. ഒപ്പം തന്നെ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഈ മെഡിക്കൽ കോളേജിൻ്റെ സൗകര്യമില്ലായ്മയാണ് ഏറ്റവും വലിയ ഗുരുതരമായ പ്രശ്നം. അത് വയനാട് നിരന്തരം ആവശ്യപ്പെടുന്നുണ്ട്. ഈ മെഡിക്കൽ കോളേജിൻ്റെ സൗകര്യം വർദ്ധിപ്പിക്കണമെന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ. ഈ മരിച്ച പോളിൻ്റെ മകൾ പോലും, ഞാനിപ്പോൾ നിൽക്കുന്നത് പാക്കം, അവരുടെ വീടിനടുത്താണ് ഞാൻ നിൽക്കുന്നത്, മകൾ പോലും പറഞ്ഞത് നേരത്തെ ചികിത്സ ലഭ്യമായിരുന്നെങ്കിൽ ഒരുപക്ഷെ തൻ്റെ പിതാവ് ജീവിച്ചിരിക്കുമായിരുന്നു എന്നുള്ളതാണ്. അത്തരം പരിമിതികളെ മറികടക്കാൻ കഴിയേണ്ടതുണ്ട്, അത്തരം പ്രശ്നങ്ങളെ പരിഹരിക്കാൻ കഴിയേണ്ടതുണ്ട്. ഈ വിഷയം ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിയുമായി സംസാരിക്കാൻ ശ്രമിച്ചുവെന്നും അത് സാധിച്ചില്ല എന്നും ഉള്ള വീണ്ടും ശ്രമം നടത്തുമെന്നും രാഹുൽ ഗാന്ധി പറയുന്നുണ്ട്. ഒപ്പം തന്നെ ചികിത്സാ നഷ്ടപരിഹാരം തുടങ്ങിയ കാര്യങ്ങളിൽ അതിൽ ഇങ്ങനെ കാലവിളംബം പാടില്ല എന്നുൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ രാഹുൽ ഗാന്ധി നൽകിയിട്ടുണ്ട്. ഇക്കാര്യത്തിലെല്ലാം തന്നെ സർക്കാർ കാര്യക്ഷമമായി ഇടപെടണം എന്നുള്ള ആവശ്യമാണ് അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത്. എന്തായാലും രാഹുൽ ഗാന്ധിയുടെ സന്ദർശനം വലിയ രീതിയിലുള്ള പ്രതീക്ഷ വയനാട്ടിലെ മനുഷ്യരെ സംബന്ധിച്ച് പകരുന്നുണ്ട്. പ്രത്യേകിച്ച് വന്യമൃഗ ശല്യത്തെ തുടർന്ന് ജീവൻ പോലും നഷ്ടമാകുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയ ഇടമാണിത്. ഒരു ആഴ്ചകൾക്കിടെ, അതായത് ഒരു മാസത്തിനിടെ 3 ജീവൻ ഈ കാട്ടാന ആക്രമണത്തിൽ അപഹരിക്കുന്ന വിധത്തിലേക്ക് കാര്യങ്ങളെത്തി. അത്തരം വലിയ രീതിയിലുള്ള ഒരു ദുരന്ത പശ്ചാത്തലത്തിൽ ജീവിക്കുന്ന മനുഷ്യരാണ് വയനാട്ടിലുള്ളവർ. വയനാടിനെ സംബന്ധിച്ച് ഇവിടേക്ക് കടന്നു വരുന്നത്, ഇപ്പോൾ ഇന്ന് രാഹുൽ ഗാന്ധി എത്തി, നാളെ ഗവർണർ എത്തുന്നു. സ്വാഭാവികമായും ഒരു ഭരണ നേതൃത്വത്തിൻ്റെ ശ്രദ്ധ ഇവിടേക്ക് വരികയും കൂടുതൽ സൗകര്യങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും ഇവരുടെ ജീവിതത്തെ സുരക്ഷിതമാക്കുന്നതിനും വിധത്തിലുള്ള അത്തരത്തിലുള്ള ഇടപെടൽ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയാണ് വയനാട്ടുകാർ പ്രകടിപ്പിക്കുന്നത്. അല്ലാത്ത പക്ഷം ഈ വന്യമൃഗശല്യത്തിൽ ഇത്തരത്തിൽ വലിയ അളവിൽ വീർപ്പുമുട്ടുന്ന സ്ഥിതിയിലേക്ക് പോകുമ്പോൾ അതിന് വേണ്ട പരിഹാരങ്ങൾ, അത്തരം നിർദ്ദേശങ്ങൾ, അതെല്ലാം തന്നെ ഒരു വലിയ ചർച്ചയ്ക്ക് വഴി തെളിയിക്കുന്ന വിധത്തിലാവും കാര്യങ്ങളെന്നാണ് പ്രതീക്ഷയുള്ളത്. മാത്രമല്ല, ഈ വനം മന്ത്രിക്കെതിരെ രൂക്ഷമായ രീതിയിലുള്ള വിമർശനമുണ്ട്. അദ്ദേഹം ഇവിടേക്ക് വരാത്തതിൽ, വന്നാൽ പോലും ഈ മരിച്ചവരുടെ കുടുംബാംഗങ്ങളെ സന്ദർശിക്കാൻ തയ്യാറാകുന്നില്ല ഉൾപ്പെടെയുള്ള ആക്ഷേപങ്ങളുണ്ട്. ഇത്തരം രാഷ്ട്രീയ ആക്ഷേപങ്ങളുടെ പശ്ചാത്തലത്തിൽ കൂടിയാണ് രാഹുൽ ഗാന്ധിയുടെ സന്ദർശനം ഉണ്ടായതും നാളെ ഗവർണർ ഇവിടേക്ക് എത്തുന്നതും. ഇനി അടുത്ത ദിവസം തന്നെ മന്ത്രിതല സംഘം ഇവിടേക്ക് എത്തുന്നുണ്ട്. K രാജനും MP രാജേഷും AK ശശീന്ദ്രനും ഉൾപ്പെടെയുള്ള മന്ത്രിതല സംഘം എത്തുന്നുണ്ട്. എന്തായാലും വയനാട്ടുകാർ പ്രതീക്ഷിക്കുന്നുണ്ട് ഇത്തരം കാര്യങ്ങളിൽ ചില നടപടികൾ ഉണ്ടാകുന്നു. ഈ വിഷയത്തിൽ മുൻനിർത്തി ഇനി ആർക്കും ഇങ്ങനെ ഒരു ഗതികേട് ഉണ്ടാകരുത് എന്നുള്ളത് തന്നെയാണ് വയനാട്ടുകാർ ആഗ്രഹിക്കുന്നത്. അവരുടെ കൃഷി, ജീവിതം, ഇതിനെല്ലാം തന്നെ വയനാടിൻ്റെ മേഖലയിൽ വലിയ അളവിൽ ബാധിക്കുന്നുണ്ട് ഈ വന്യമൃഗശല്യം. അതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാകണം. ഇവരുടെ ആരോഗ്യ കാര്യങ്ങളിൽ കൃത്യമായ രീതിയിലുള്ള ഒരു ഇടപെടൽ, ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിൽ ഒരു കൂടുതൽ മെച്ചപ്പെട്ട സൗകര്യമുള്ള ചികിത്സാ സൗകര്യം ലഭ്യമാകണം. അത്തരം ആവശ്യങ്ങൾ വയനാട്ടുകാർ ആഗ്രഹിക്കുന്നുണ്ട്. അത് സാധ്യമാകുന്ന തരത്തിലേക്കുള്ള ഇടപെടൽ ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ കൂടി പ്രകടിപ്പിക്കുകയാണ് വയനാട്ടുകാർ. ശരി സുർജിത്ത് അയ്യപ്പത്ത്, ഏതായാലും വയനാടിന് സവിശേഷമായ ഭൂപ്രകൃതിയാണ്. അതിനെ ഒരു വിനോദസഞ്ചാര കേന്ദ്രം എന്ന നിലയിൽ പരിഗണിക്കുന്നതിനപ്പുറത്തേക്ക് ആ ജനത അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളെ കൂടി കരുതേണ്ടതുണ്ട്. ഈ മനുഷ്യരെയും വന്യജീവി ആക്രമണം സംഘർഷത്തിനപ്പുറത്തേക്ക് കാടും നാടും വേർതിരിക്കുന്ന കൃത്യമായ വേലിക്കെട്ടുകൾ ഉണ്ടാകണം. അത് വനമൃഗങ്ങൾ നാട്ടിലേക്ക് വരാത്ത തരത്തിലുള്ള ഒരു വേലിക്കെട്ട് അവിടെ ഉണ്ടാവണം. അതിനൊപ്പം തന്നെ വയനാട് എക്കാലവും നേരിടുന്ന കടുത്ത
ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങളുണ്ട്. അവർക്ക് മെച്ചപ്പെട്ട ചികിത്സയ്ക്ക് ചുരമിറങ്ങേണ്ടി വരുന്ന ഗതികേട് ഇനിയെങ്കിലും അവസാനിക്കും. വരും ദിവസങ്ങളിലുള്ള കൂടിയാലോചനകൾ അതിനുള്ള ത്വരിത നടപടികൾ ഉണ്ടാകണമെന്നതാണ് അവരുടെ ആവശ്യവും. വയനാട് പുൽപ്പള്ളിയിൽ വീണ്ടും കടുവ ആക്രമണം. ആശ്രമക്കൊല്ലിയിൽ വീട്ടുവളപ്പിലെ തൊഴുത്തിൽ കെട്ടിയ പശുക്കിടാവിനെ കടുവ കൊന്നു. ഇന്നലെ കാളക്കുട്ടിയെ കൊലപ്പെടുത്തിയ അതേ പ്രദേശത്താണ് വീണ്ടും കടുവയുടെ ആക്രമണമുണ്ടായത്. ആശ്രമക്കൊല്ലി ഐക്കരക്കുടി എൽദോസിന്റെ വീട്ടുവളപ്പിൽ ഇന്നലെ രാത്രിയോടെയാണ് കടുവ എത്തിയത്. 11 മണിയോടെ പശുവിന്റെ കരച്ചിൽ കേട്ട് വീട്ടുകാർ തൊഴുത്തിലെത്തിയപ്പോഴാണ് കടുവയെ കണ്ടത്. പശുക്കിടാവിനെ കടിച്ചെടുത്ത് കടുവ പുറത്തേക്ക് ചാടി. 11 മണി 11:30 കൂടി കടുവ വന്ന് ഒച്ച കെട്ടി ഞങ്ങൾ ഇറങ്ങിയപ്പോഴേക്കും കടുവ അങ്ങോട്ട് ഓടി കിടാവിനെ പിടിച്ചോണ്ടാണ് ഓടിയത്. എടുത്തുകൊണ്ട് താഴെട്ടിട്ടു. ലേറ്റിട്ട് ആൾക്കാരെല്ലാം വിളിച്ചു കൂട്ടിയപ്പോഴേക്കും കടുവ പോയി. പിന്നെ രാത്രി ഫോറസ്റ്റുകാർ ഇവിടെ നിന്നു. വീട്ടുകാരെ കണ്ടതോടെ കടുവ പശുക്കിടാവിനെ ഉപേക്ഷിച്ച് സമീപത്തെ പറമ്പിലേക്ക് രക്ഷപ്പെട്ടു. സംഭവം അറിയിക്കാൻ വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ വിളിച്ചപ്പോഴുള്ള പ്രതികരണം ഇങ്ങനെ: വൈകുന്നേരം 4 മണിയായപ്പം കടുവയെ കണ്ടു. ഫോറസ്റ്റുകാരെ വിളിച്ചു, എടുത്തിട്ടില്ല. അവർ പറഞ്ഞു ഞങ്ങൾക്ക് വധഭീഷണികളുണ്ട്, ഞങ്ങൾക്ക് വരാൻ പറ്റില്ല എന്ന്. പോലീസിനെ വിളിച്ചു, അവരും വന്നിട്ടില്ല. പിന്നെ 112 വിളിച്ചു. അവിടുന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് GD കണ്ടിട്ട് അവർക്ക് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്, എന്നിട്ടും വന്നിട്ടില്ല. വനം വകുപ്പിന് നിസ്സഹായത വനം വകുപ്പ് വാച്ചർ പറയും. നമുക്ക് ഇപ്പോൾ വേറെ ഒന്നും ഇല്ലല്ലോ, നമ്മുടെ കൂടെ ആയുധങ്ങളൊന്നുമില്ല, അങ്ങനെയാണ് നമ്മുടെ പോകുന്നത്. കടുവയെ കണ്ട് രാത്രി 8:30യോടെ ബൈക്ക് യാത്രികനും മറിഞ്ഞു വീണിരുന്നു. ഇയാളെ സുൽത്താൻ ബത്തേരി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രദേശത്ത് നിന്ന് കടുവയുടെ കാൽപ്പാടുകളും കണ്ടെത്തിയിട്ടുണ്ട്. 24 വയനാട്. പുൽപ്പള്ളിയിലെ പ്രതിഷേധത്തിനിടെ ഉണ്ടായ അക്രമ സംഭവങ്ങളിൽ ശക്തമായ നടപടിക്ക് പോലീസ്. ആക്രമണങ്ങൾക്ക് പിന്നിൽ ആസൂത്രിത നീക്കമെന്ന സംശയം. ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം 5 കേസുകൾ ഇതുവരെ രജിസ്റ്റർ ചെയ്തു. ജനകീയ പ്രതിഷേധം സ്വാഭാവികമെന്ന് വനമന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. വനം വകുപ്പിന്റെ ജീപ്പ് തകർത്തതിലും ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസറെ ആക്രമിച്ചതിലും ഉൾപ്പെടെയാണ് പുൽപ്പള്ളി പോലീസ് കേസെടുത്തത്. മൃതദേഹം തടഞ്ഞുവെച്ചതും പോലീസുകാരെ കല്ലെറിഞ്ഞതും ജനപ്രതിനിധികളെ ആക്രമിക്കാൻ ശ്രമിച്ചതുമടക്കം 5 കേസുകൾ ഇതുവരെ രജിസ്റ്റർ ചെയ്തു. കണ്ടാലറിയാവുന്ന 100ഓളം പേർക്കെതിരെയാണ് ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം കേസെടുത്തത്. അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ പോലീസ് പരിശോധിക്കുകയാണ്. പോൾ മരിച്ചതിനു ശേഷം പ്രചരിച്ച ചില വാട്സപ്പ് സന്ദേശങ്ങളും പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. അതേസമയം പ്രതിഷേധം സ്വാഭാവികം എന്നായിരുന്നു വനം മന്ത്രി AK ശശീന്ദ്രന്റെ പ്രതികരണം. പ്രശ്നങ്ങൾ സങ്കീർണമാക്കാൻ ചില വാട്സാപ്പ് ഗ്രൂപ്പുകൾ പ്രവർത്തിക്കുന്നുണ്ടെന്നും പ്രതിഷേധങ്ങൾ അക്രമാസക്തമാകുമ്പോൾ കേസെടുക്കുന്നത് സ്വാഭാവികമാണെന്നും മന്ത്രി പറഞ്ഞു. പ്രതിഷേധം ന്യായമാണ് എന്ന് തന്നെയാണ്. പക്ഷേ ഞാൻ അതിനകത്തൊരു വ്യത്യാസം പറഞ്ഞിരിക്കുന്നത്, അത് അക്രമാസക്തമായി പോകുമ്പോൾ അത് നമുക്ക് പരിഹാരം കാണാനുള്ള വഴിയല്ല തെളിയുക, കൂടുതൽ പ്രശ്നം സങ്കീർണമാക്കുകയാണ് ചെയ്യുക. അത് ഏതാണ്ട് വയനാട്ടിലെ ജനങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. തുടർച്ചയായ വന്യജീവി ആക്രമണങ്ങളിൽ പ്രതിഷേധവുമായി താമരശ്ശേരി രൂപത രംഗത്തെത്തി. സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും കർഷകരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഉറപ്പാക്കണമെന്നും ആവശ്യപ്പെട്ട് വിശ്വാസികൾ പ്രതിഷേധ പ്രകടനം നടത്തി. 24 വയനാട്. ആളെക്കൊല്ലി കാട്ടാന ബേലൂർ മഖന കർണാടക വനത്തിനകത്തേക്ക് പ്രവേശിച്ചു. കർണാടക ടീമും ആനയെ മയക്കുവെടി വെക്കാൻ ശ്രമം നടത്തുന്നുണ്ട്. ആന രാത്രിയോടെ തിരിച്ചു വരാൻ സാധ്യതയെന്നാണ് ദൗത്യസംഘത്തിന്റെ വിലയിരുത്തൽ. കേരള വനാതിർത്തിയിലെത്തിയാൽ ആനയെ മയക്കുവെടി വെക്കും. പുൽപ്പള്ളിയിൽ ഇറങ്ങിയ കടുവയെ പിടികൂടാൻ 4ാമത്തെ കൂട് സ്ഥാപിച്ചു. 56-ലെ ഐക്കരക്കുടി എൽദോസിന്റെ പറമ്പിലാണ് കൂട് വെച്ചത്. നേരത്തെ താന്നി തെരുവിലും സുരഭിക്കവലയിലും കൂടുകൾ സ്ഥാപിച്ചിരുന്നു. അരുൺ പാറക്കലുണ്ട് വയനാട്ടിൽ നിന്ന് വിവരങ്ങളുമായി. അരുൺ, ആ ദൗത്യം അങ്ങനെ നീണ്ടുപോവുകയാണ്. ഒടുവിൽ കാട്ടാന അവസാന ലൊക്കേഷൻ പ്രകാരം വീണ്ടും കർണാടക വനത്തിലേക്ക് പോകുന്നു. ഇത് ഇടയ്ക്കിടെ സംഭവിക്കുന്നതാണ്. തിരികെ കേരള വനാതിർത്തിയിലേക്ക് വരും എന്നൊരു പ്രതീക്ഷ വനം വകുപ്പിനുണ്ടോ? അങ്ങനെയെങ്കിൽ ഈ കർണാടക ദൗത്യം അതും വിജയം കാണാനൊരു സാധ്യതയില്ലേ? ഈ കടുവയെ പിടികൂടാനുള്ള ശ്രമങ്ങൾ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? ഗോകുൽ, ഈ ബേലൂർ മഗ്ന ദൗത്യം ഇപ്പോൾ ഇന്ന് 8ാം ദിവസം അവസാനിക്കാൻ പോകുന്നു. ഇപ്പോഴും മയക്കുവെടി വയ്ക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് അതിൻ്റെ പ്രധാന കാരണം ഈ ആന ഇപ്പോൾ നിലവിലുള്ളത് കർണാടക വനമേഖലയിലാണ്. ഇന്ന് രാവിലെ മസാലക്കുന്ന് എന്ന് പറയുന്ന ഒരു പ്രദേശത്തായിരുന്നു. ഇത് നാഗർഹോള മലമേഖലയോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണ്. പ്രാദേശികമായ പേരാണ് ഈ മസാലക്കുന്ന് എന്ന പേര്. ആന കേരള അതിർത്തിയിൽ നിന്ന് കർണാടക അതിർത്തിയിലേക്ക് 100 മീറ്റർ അകലെയായിരുന്നു രാവിലെ എങ്കിൽ ഇപ്പോൾ വൈകുന്നേരത്തോടു കൂടി അതിൻ്റെ അവസാന ലൊക്കേഷൻ പരിശോധിക്കുകയാണെങ്കിൽ 1.5 കിലോമീറ്ററോളം കർണാടക വനത്തിനകത്തേക്ക് കയറിപ്പോയിരിക്കുന്നു. ഇനി ഈ ആന പുറത്തേക്ക് എത്തിയാൽ മാത്രമേ കേരള വനം വകുപ്പിന് ഈ ആനയെ മയക്കുവെടി വെക്കാനുള്ള അനുവാദമുള്ളൂ. അതിനുള്ള
ശ്രമം ഇപ്പോഴും തുടരുകയാണ്. കർണാടക വനം വകുപ്പും ഒപ്പം ഈ കേരള ദൗത്യ സംഘത്തോടൊപ്പം തന്നെ ഈ ദൗത്യത്തിനുണ്ട്. മാത്രമല്ല ഈ ആനയെ ആ വനത്തിൽ നിന്ന് പുറത്തേക്ക് ഇറക്കാനുള്ള ഒരു ശ്രമം കൂടി നടത്തുന്നുണ്ട്. അതിന് പുറത്ത് 4 കിലോമീറ്റർ ഇപ്പുറം ജനവാസ മേഖലയാണ്. ആ ഭാഗത്തെല്ലാം തന്നെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ഭൂപ്രകൃതിയാണ് പ്രധാനമായ പ്രശ്നം. ഈ മയക്കുവെടി വെക്കുന്നതിന് വേണ്ടി അനുയോജ്യമായ ഭൂപ്രകൃതിയല്ല ആ പ്രദേശത്തുള്ളത്. അതുകൊണ്ട് തന്നെ വനം വകുപ്പിന് ദൗത്യ സംഘത്തിന് ഏറെ പ്രയാസകരമാണ്, അതായത് ദുഷ്കരമാണ് ഇപ്പോൾ ഈ ദൗത്യവുമായി മുന്നോട്ട് പോകുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 27 കിലോമീറ്ററോളം വനത്തിനുള്ളിലൂടെ ഈ ബേലൂർ മഗ്നയ്ക്ക് പിന്നാലെ നടക്കുന്ന ഒരു സാഹചര്യം ദൗത്യ സംഘത്തിലെ പലരും പറയുന്നുണ്ട്. മാത്രമല്ല കൊങ്ങിണി പോലുള്ള മുൾച്ചെടികളുടെ ഒരു അതിപ്രസരവും ഈ വനത്തിനകത്തുണ്ട്. ആനയ്ക്ക് എളുപ്പത്തിൽ ഈ വനത്തിനകത്ത് ഇത്തരം കുറ്റിക്കാടുകൾക്കിടയിൽ ഒളിക്കാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഈ വനം വകുപ്പിലെ ദൗത്യ സംഘത്തിന് ഈ അടുത്തേക്ക് പ്രവേശിക്കാൻ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നു, പരിമിതികൾ ഉണ്ടാവുന്നു. അതുകൊണ്ടാണ് ഈ ദൗത്യം ഇങ്ങനെ നീണ്ടുപോകാൻ കാരണം. ഇനി ഈ ആന തിരിച്ച് കേരള അതിർത്തിയിലേക്ക് എത്തിയാൽ മാത്രമേ വനം വകുപ്പിന് മയക്കുവെടി വെക്കുന്നതിനുള്ള അനുവാദമുള്ളൂ. എന്തായാലും വെറ്റിനറി ഡോക്ടർ അരുൺ സക്രിയ ഉൾപ്പെടെയുള്ള സംഘം ഇപ്പോഴും അതിനുള്ള ശ്രമം തുടരുകയാണ്. അവർ വനത്തിനകത്തു തന്നെയുണ്ട്. എന്തായാലും വളരെയേറെ ദുഷ്കരമായ ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. മാത്രമല്ല 2 ദിവസമായി മറ്റൊരു മോഴയാന കൂടി ഈ ആനയ്ക്കൊപ്പം ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ ആനയുടെ അടുത്ത് നിന്ന് മാറിയിരിക്കുന്നു. ഈ ബേലൂർ മഗ്ന കൂടുതൽ അപകടകാരിയായിരിക്കുന്നു എന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരും പറയുന്നത്. ഗോകുൽ, ഒപ്പം ഈ കടുവ ഇറങ്ങിയ പ്രദേശത്ത് പുൽപ്പള്ളിയിലെ പലയിടങ്ങളിലും കടുവയുടെ സാന്നിധ്യമുണ്ടായിരുന്നു, ഭീഷണി ഉണ്ടായിരുന്നു. കൂടുതൽ കൂടുകൾ സ്ഥാപിക്കുന്നുണ്ട്. അവിടുത്തെ നടപടികൾ എങ്ങനെയാണ്? ഈ കടുവയെ ട്രാപ്പിലാക്കാനുള്ള നടപടികൾ? ഗോകുൽ, കഴിഞ്ഞ 1 മാസത്തോളമായി പുൽപ്പള്ളിയിൽ ഈ കടുവയുടെ സാന്നിധ്യം സ്ഥിരമായി കണ്ടുവരുന്നുണ്ട്. വലിയൊരു പ്രശ്നമായി ജനങ്ങളിത് ചൂണ്ടിക്കാണിക്കുന്നു. പ്രത്യേകിച്ച് ഈ സുരഭിക്കവല, അതുപോലെ തന്നെ ആശ്രമം കൊല്ലി 56, പുൽപ്പള്ളി 56 തുടങ്ങിയ പ്രദേശങ്ങളിൽ കടുവ നിരന്തരമായി ആക്രമണങ്ങൾ അയച്ചുവിടുന്നു. നാട്ടുമൃഗങ്ങളെ, അതായത് വളർത്തുമൃഗങ്ങളെ കൊല്ലുന്ന ഒരു സ്ഥിതി ഉണ്ടാകുന്നു. ഇന്നലെയാണ് ഒരു മൂരിയെ, അതായത് ഈ 56-ലെ ഒരു വീട്ടിൽ വെച്ച് ഒരു മൂരിയെ കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിൻ്റെ ജഡവുമായി പുൽപ്പള്ളി നഗരത്തിൽ വന്ന വലിയ രീതിയിലുള്ള പ്രതിഷേധമൊക്കെ നമ്മൾ കണ്ടതാണ്. അതിനുശേഷം ഇന്നലെ രാത്രി 11 മണിയോടുകൂടി ഈ ആശ്രമം കൊല്ലി ഐക്കരക്കുടിയിൽ അവിടെ വെച്ച് ഒരു പശുക്കിടാവിനെ കൊല്ലുന്നൊരു കാഴ്ച കൂടി ഉണ്ടായി. എന്തായാലും വളരെയേറെ ദുരിതപൂർവ്വമാണ് ഈ പ്രദേശം. 4 കൂടുകൾ ഈ കടുവയെ പിടികൂടുന്നതിന് വേണ്ടി വനംവകുപ്പ് ഇതുവരെ സ്ഥാപിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 1 മാസത്തോളമായി ഈ കടുവയുടെ സാന്നിധ്യം സ്ഥിരമായി കണ്ടുവരുന്നുണ്ട്. 10 തവണ ഈ കടുവ ചില പ്രദേശങ്ങളിൽ കണ്ടതായി വനംവകുപ്പും സ്ഥിരീകരിച്ചിട്ടുണ്ട്. പക്ഷേ അതിന് മയക്കുവെടി വെക്കുന്നതിന് വേണ്ടി അനുമതി ഏറ്റവും ഒടുവിലാണ് ലഭിച്ചത്. ഇപ്പോൾ ഈ കടുവയെ പിടികൂടുന്നതിനുള്ള കൂടുകളാണ് സ്ഥാപിച്ചിരിക്കുന്നത്. ജനങ്ങൾ ഇപ്പോഴും ഭീതിയിലാണ്. ഗോകുൽ, ശരി. അരുൺ പാറക്കലാണ് വിവരങ്ങൾ പങ്കുവച്ചത്. വന്യമൃഗങ്ങളെ, ആക്രമണകാരികളായ മൃഗങ്ങളെ പിടികൂടാനുള്ള ദൗത്യം അത് അനന്തമായി നീളുകയാണ്. ബേലൂർ മഗ്ന ദൗത്യം 8 ദിവസം പിന്നിടുന്നു. ദുർഘടമായ കാട്ടിലൂടെ ഈ ദൗത്യസംഘം പിന്തുടരുന്നതല്ലാതെ ആനയെ മയക്കുവെടി വെക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നില്ല. ഒപ്പം പുൽപ്പള്ളിയിലെ കടുവ, അതിനുവേണ്ടി കൂടുതൽ കൂടുകൾ സ്ഥാപിക്കുന്നുണ്ട്. പക്ഷേ കടുവ എല്ലാ ദിവസവും രാത്രിയിലെത്തുന്നു, വളർത്തുമൃഗങ്ങളെ ആക്രമിക്കുന്നു. ജനങ്ങളിലാകെ ഭീതി പരത്തുന്ന സാഹചര്യമാണ് വയനാട്ടിൽ. പാലക്കാട് ധോണി മൂലപ്പാടത്ത് പുലി ഇറങ്ങിയെന്ന് നാട്ടുകാർ. പ്രദേശത്ത് പശുവിനെ ആക്രമിച്ച് കൊലപ്പെടുത്തി. നേരത്തെ ഇതേ വീട്ടിലെ വളർത്തുനായെയും പുലി ആക്രമിച്ചിരുന്നു. വനംവകുപ്പ് ഇടപെടൽ കാര്യക്ഷമമല്ലെന്നാണ് പ്രദേശവാസികളുടെ പരാതി. പശുവിനെ കാണാത്തതിനെ തുടർന്ന് മൂലപ്പാടം സ്വദേശി ഷംസുദ്ദീൻ നടത്തിയ പരിശോധനയിൽ തോട്ടിൻകരയിൽ പുലി പശുവിനെ ഭക്ഷിക്കുന്നത് കണ്ടെത്തുകയായിരുന്നു. വീട്ടിൽ നിന്ന് 500 മീറ്റർ അകലെയാണ് പുലിയെ കണ്ടത്. ഷംസുദ്ദീനെ കണ്ടതോടെ പുലി പശുവിനെ ഉപേക്ഷിച്ച് മറഞ്ഞു. നേരത്തെ ഷംസുദ്ദീന്റെ വീട്ടിലെ വളർത്തുനായെയും പുലി ആക്രമിച്ചിരുന്നു. അന്ന് മേഖലയിൽ കൂട് സ്ഥാപിച്ചിരുന്നെങ്കിൽ പുലി പിടിയിലാകുമായിരുന്നുവെന്ന് ഷംസുദ്ദീൻ പറയുന്നു. കഴിഞ്ഞ 1 മാസം മുൻപ് നമ്മുടെ വീട്ടിൽ വന്ന് പട്ടിയെ പിടിച്ചിട്ട് പോയി പുലി. എന്നിട്ട് ഇതേമാതിരി ഞങ്ങൾ ആറാപ്റ്റയെ വിളിച്ച് അറിയിച്ചു. അവർ വന്ന് നോക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് കൂട് വയ്ക്കാന്നൊക്കെ പറഞ്ഞു. കൂട് വെച്ചത് 1 കിലോമീറ്റർ അപ്പുറത്തായിരുന്നു. അന്ന് ഈ കൂട് ഇവർ അനാസ്ഥ കാണിക്കാതെ ഇവിടെ തന്നെ കൊണ്ട് വെച്ചാണെങ്കിലൊന്നും ഇത് സംഭവിക്കില്ലായിരുന്നു. കാട്ടാന ശല്യം അതിരൂക്ഷമായി തുടരുന്നതിനിടയിലാണ് ധോണിയിൽ പുലിയുടെ സാന്നിധ്യം കൂടി നാട്ടുകാർക്ക് തലവേദനയാകുന്നത്. വന്യമൃഗങ്ങൾ കാടിറങ്ങുന്നത് തടയാൻ വനംവകുപ്പ് ഇടപെടൽ നടത്തിയില്ലെങ്കിൽ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം. വനംവകുപ്പിന് മറ്റെല്ലാ കാര്യങ്ങൾക്കും അവരുടെ വനത്തിനകത്തുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും അവർക്ക് വേണ്ടുന്ന മൂടിക്കും സൗകര്യങ്ങൾക്കും ചെലവഴിക്കാൻ പണമുണ്ടെന്നിരിക്കെ വന്യമൃഗങ്ങളെ അതിനകത്ത് സംരക്ഷിക്കാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ അതിനകത്ത് കൃത്യമായിട്ടുള്ള പ്രക്ഷോഭത്തിലേക്ക് തന്നെ പോകേണ്ടി വരും ജനങ്ങൾക്ക് എന്നുള്ളതാണ് ഇതെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത്. വനംവകുപ്പ് RRT സംഘങ്ങൾ സംഭവസ്ഥലത്ത് പരിശോധന നടത്തി. മേഖലയിൽ കൂട് സ്ഥാപിക്കാനാണ് വനംവകുപ്പ് തീരുമാനം. 24 പാലക്കാട്. പോര് പുതിയ തലത്തിലേക്ക്.
കേരള സർവകലാശാല സെനറ്റ് യോഗം റദ്ദാക്കിയേക്കും. VC-യുടെ റിപ്പോർട്ടിന് ശേഷമാകും അന്തിമ തീരുമാനമെടുക്കുക. ചാൻസലർ ഇത് സംബന്ധിച്ച് നിയമോപദേശം തേടി. സെനറ്റ് യോഗത്തിലുണ്ടായ സംഭവങ്ങൾ VC മോഹനൻ കുന്നുമ്മൽ രാജ്ഭവനിലെത്തി ഗവർണറെ ധരിപ്പിച്ചു. അതിനിടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവിനെതിരെ ക്രിമിനൽ പ്രയോഗവുമായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ രംഗത്തെത്തി. സെനറ്റ് യോഗത്തിൽ മന്ത്രി പങ്കെടുത്തതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു. This is violation of the law. Senate meeting can be chaired either by the Chancellor or by somebody authorized by the Chancellor. No other person has the right to preside over. So what I know is that somebody claiming to be Education Minister tried to illegally enter the Senate hall. This is something which is violation of the law, and I promise you that violation of the law will be taken cognizance of. I am not going to respond to criminals. കേരളത്തിന്റെ നേട്ടങ്ങളെ ഇകഴ്ത്തിക്കാട്ടുകയാണ് ഗവർണറെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു കുറ്റപ്പെടുത്തി. ഇരിക്കുന്ന ഇരിപ്പിടത്തെക്കുറിച്ച് ബോധ്യമില്ലാത്തവർക്ക് മറുപടി പറയാനില്ല. കേരളത്തിലുള്ളവരെ മുഴുവൻ ഗവർണർ ക്രിമിനലുകളായി ചിത്രീകരിക്കുകയാണെന്നും മന്ത്രി വിമർശിച്ചു. ആരെങ്കിലും അവരിയ്ക്കുന്ന ആ ഇരിപ്പിടത്തിന് അനുസരിച്ച് പെരുമാറുന്നില്ലെങ്കിൽ നമ്മളും അതുപോലെ തന്നെ ചെയ്യാൻ പറ്റില്ലല്ലോ. ഞാൻ ഇപ്പോൾ ഇരിക്കുന്ന ഉത്തരവാദിത്തത്തെക്കുറിച്ച് അതിൻ്റെ ചുമതലകളെക്കുറിച്ചൊക്കെ ഉത്തമ ബോധ്യത്തിലാണ് ഞാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ ആ നിലവാരം കളഞ്ഞു കുളിച്ചുകൊണ്ട് സംസാരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അദ്ദേഹം നേരത്തെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ക്രിമിനൽ എന്ന് വിളിച്ചു. കണ്ണൂരിലെ മുഴുവൻ ജനങ്ങളും ക്രിമിനലുകളാണെന്ന് പറഞ്ഞു. കേരളക്കരക്കാരെ മുഴുവൻ ക്രിമിനലായി ചിത്രീകരിക്കുന്ന രീതിയിലാണ് എന്നുള്ളത് മനസ്സിലാകുന്നുണ്ടല്ലോ. നേരത്തെ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. മന്ത്രി ആർ ബിന്ദുവിനെതിരെ നടപടി ആവശ്യപ്പെട്ട് സെനറ്റിലെ 11 പ്രതിനിധികൾ ഗവർണർക്ക് പരാതി നൽകി. സെനറ്റ് യോഗം അട്ടിമറിക്കാൻ മന്ത്രി ഇടപെട്ടുവെന്നാണ് പരാതി. വിവരങ്ങളുമായി VA ഗിരീഷ് ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ഗിരീഷ്, നേരത്തെയും പല ഘട്ടങ്ങളിൽ സർക്കാരുമായുള്ള ഏറ്റുമുട്ടലുണ്ടായിരുന്നെങ്കിലും മന്ത്രിസഭയിലെ ഒരു അംഗത്തെ ക്രിമിനൽ എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന നിലയിലേക്ക് ഗവർണർ പോകുന്നത് ഇത് ആദ്യമാണ്. മുമ്പ് SFIക്കാർക്ക് നേരെയും ഒപ്പം കണ്ണൂരുകാർ ക്രിമിനലുകൾ എന്നൊക്കെ പ്രയോഗിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഈ ഘട്ടത്തിലും മന്ത്രി ഗവർണർ കോടതിയിൽ പോകട്ടെ എന്ന ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ടല്ലോ. ഗവർണറെ അല്ലെങ്കിൽ രാജ്ഭവന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന നിയമ നടപടികളെ നേരിടാനാകുമെന്ന ആത്മവിശ്വാസം സർക്കാരിനുണ്ടോ? ഗോകുൽ, കഴിഞ്ഞ ദിവസം കേരള സർവകലാശാല സെനറ്റ് യോഗത്തിലുണ്ടായ സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ഗവർണർ കോടതിയിൽ പോകുന്നെങ്കിൽ പോകട്ടെ എന്ന് തന്നെയാണ് സർക്കാരിന്റെ നിലപാട്. കാരണം നിയമത്തിനും ചട്ടത്തിനും വിരുദ്ധമായ ഒന്നും തന്നെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി നടത്തിയിട്ടില്ല എന്ന് സർക്കാർ ഇപ്പോൾ വിശദീകരിക്കുന്നുണ്ട്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പും ഇത് തന്നെയാണ് വിശദീകരിക്കുന്നത്. കേരള സർവകലാശാല നിയമവും ചട്ടവും അനുസരിച്ച് ചാൻസലറും പ്രോ ചാൻസലറും സെനറ്റ് അംഗങ്ങളാണ്. ഇതിൽ ഒരംഗമായ സെനറ്റ് അംഗമായ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് ഈ സെനറ്റിന്റെ യോഗത്തിന്റെ അധ്യക്ഷയാകുന്ന നിയമപരമായി യാതൊരു തടസ്സവുമില്ല എന്നുള്ളതാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ചൂണ്ടിക്കാട്ടിക്കുന്നത്. അതുകൊണ്ട് തന്നെ സെനറ്റ് യോഗം റദ്ദാക്കുന്ന അടക്കമുള്ള നടപടികളിലേക്ക് ഗവർണർ കടന്നാൽ ഇതിനെ നിയമപരമായി നേരിടാൻ തന്നെയാണ് ഇപ്പോൾ ഇടതുമുന്നണി തീരുമാനിച്ചിരിക്കുന്നത്. സെനറ്റിലെ ഇടതുപക്ഷ അംഗങ്ങളും ഇതേ നിലപാടിൽ തന്നെയാണ്. ഇതിനിടയിലാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇതുമായി ബന്ധപ്പെട്ട നിയമോപദേശം തേടിയിരിക്കുന്നത്. ഇത്തരത്തിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി അധ്യക്ഷയായ സെനറ്റ് യോഗത്തിന്റെ മിനിറ്റ്സ് അംഗീകരിക്കാൻ കഴിയുമോ, ഇക്കാര്യത്തിൽ നിയമവിരുദ്ധമായി എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ നിയമോപദേശമായി അദ്ദേഹം തേടിയിരിക്കുന്നത്. ഏതായാലും കേരള സർവകലാശാല VC ഡോക്ടർ മോഹൻ കുന്നുമേൽ ഇന്ന് ഉച്ചയ്ക്ക് രാജ്ഭവനിലെത്തി ഗവർണറെ കണ്ട് സെനറ്റ് യോഗത്തിന്റെ കാര്യങ്ങൾ വിശദീകരിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ റിപ്പോർട്ടും ഗവർണർക്ക് കൈമാറിയിരുന്നു. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാകും ഏതായാലും ഗവർണർ തീരുമാനമെടുക്കുക. ഇതിനിടെയാണ് സെനറ്റിലെ ഗവർണറുടെ നോമിനികൾ മന്ത്രിക്കെതിരെ പരാതിയുമായി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. ഇവർ ഈ പരാതി ഗവർണർക്ക് സമർപ്പിക്കുകയും ചെയ്തു. ഈ സെനറ്റ് യോഗം അട്ടിമറിക്കാൻ ശ്രമിച്ച ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ നടപടി വേണം എന്നുള്ളതാണ് ഈ അംഗങ്ങളുടെ ആവശ്യം. സ്വാഭാവികമായും ഇക്കാര്യത്തിലുള്ള വിശദീകരണവും ഗവർണർ സർവകലാശാലയോട് തേടിയേക്കും. ഏതായാലും സെനറ്റിൽ ഭൂരിപക്ഷമുള്ള ഇടത് അംഗങ്ങൾ ഇപ്പോൾ ഇതിനെ കോടതിയിൽ നേരിടാൻ തന്നെയാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. സെനറ്റ് ഔദ്യോഗികമായി ഒരു കാര്യം അംഗീകരിച്ചാൽ അത് തന്നെയാണ് നിലനിൽക്കുക എന്നുള്ളതാണ് ഇടതംഗങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത്. ശരി, ഏതായാലും കേരള സർവകലാശാല സെനറ്റ് യോഗം അത് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി അധ്യക്ഷത വഹിച്ച സെനറ്റ് യോഗം റദ്ദാക്കാനുള്ള നീക്കത്തിലാണ് ഗവർണർ. നിയമപരമായി നേരിടാൻ സർക്കാരും ഇടത് അംഗങ്ങളും സെനറ്റ് അംഗങ്ങളും ഒരുങ്ങുകയാണ്. അതിനിടയിൽ മന്ത്രിയും ഗവർണറും തമ്മിൽ രൂക്ഷമായ വാക്പോരാണ് തുടരുന്നത്. വിദേശ സർവകലാശാലകളുടെ സാധ്യത പരിശോധിക്കുമെന്ന ബജറ്റ് പ്രഖ്യാപനം ഇപ്പോൾ തന്നെ നടപ്പാക്കുമെന്നല്ലെന്ന് മുഖ്യമന്ത്രി. തീരുമാനം വിദ്യാർത്ഥികൾക്ക് എങ്ങനെ ഗുണം ചെയ്യുമെന്ന് പരിശോധിക്കുകയാണ്. കേരളത്തെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഹബ്ബാക്കി മാറ്റുകയാണ് ലക്ഷ്യമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. നവകേരള സദസ്സിന്റെ തുടർച്ചയായുള്ള ആദ്യ മുഖാമുഖം പരിപാടിയിൽ കോഴിക്കോട് വിദ്യാർത്ഥികളോട് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി.
കോളേജ് വിദ്യാർത്ഥികളുമായിട്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ ആദ്യ മുഖാമുഖം. വിദേശ സർവകലാശാല ഗവർണർ വിഷയങ്ങൾ പരാമർശിക്കാതെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കേരളം കൈവരിച്ച നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞു മുഖ്യമന്ത്രി. കേരളത്തെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഹബ്ബാക്കി മാറ്റുമെന്നും വിദേശത്തുള്ള വിദ്യാർത്ഥികളെ തിരികെ എത്തിക്കാനുള്ള പദ്ധതികൾ നടപ്പിലാക്കുമെന്നും ആമുഖ പ്രസംഗം. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ആവശ്യമായ മാറ്റങ്ങളും പരിഷ്കാരങ്ങളും കൊണ്ടുവരിക എന്നതുകൂടിയാണ് സർക്കാർ കാണുന്നത്. കേരളത്തെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഹബ്ബാക്കി മാറ്റാനാണ് നാം ഉദ്ദേശിക്കുന്നത്. സംസ്ഥാനത്തെ വിവിധ കോളേജുകളിൽ നിന്നുള്ള 2000-ഓളം വിദ്യാർത്ഥികൾക്കായിരുന്നു മുഖാമുഖം പരിപാടിയിലേക്ക് ക്ഷണം. ഇതിൽ 60 പേർക്ക് മുഖ്യമന്ത്രിയോട് ചോദ്യങ്ങൾ ഉന്നയിക്കാനുള്ള അവസരം ലഭിച്ചു. വിദ്യാർത്ഥികളിൽ നിന്ന് നൂതന ആശയങ്ങൾ സ്വീകരിക്കുകയും അവരുടെ ആശങ്കകളും അഭിപ്രായങ്ങളും തേടുകയുമാണ് മുഖാമുഖം പരിപാടിയുടെ ലക്ഷ്യം. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു, മന്ത്രിമാരായ മുഹമ്മദ് റിയാസ്, AK ശശീന്ദ്രൻ, MLA-മാർ, VC-മാർ, ഉന്നത വിദ്യാഭ്യാസ വിദഗ്ധർ തുടങ്ങിയവർ പങ്കെടുത്തു. 24 കോഴിക്കോട്. ഇന്ന് സംഭവിച്ചതിലേക്ക് വീണ്ടും ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്കാണ്. സ്ഥാനാർത്ഥി ചിത്രം തെളിയുന്നു. കൊല്ലത്തെ UDF സ്ഥാനാർത്ഥിയായി NK പ്രേമചന്ദ്രനെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. RSP സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോണാണ് പ്രഖ്യാപനം നടത്തിയത്. RSP സംസ്ഥാന സമിതി ഏകകണ്ഠമായാണ് പ്രേമചന്ദ്രനെ തീരുമാനിച്ചതെന്ന് ഷിബു ബേബി ജോൺ പറഞ്ഞു. കഴിഞ്ഞ ദിവസം കൂടിയ പാർട്ടി സംസ്ഥാന കമ്മിറ്റിയും പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റും ഏകകണ്ഠമായി സഖാവ് NK പ്രേമേന്ദ്രനെ വീണ്ടും കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് മത്സരിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് തികഞ്ഞ ആത്മാഭിമാനത്തിൽ നിന്ന് അഭിമാനബോധത്തിൽ നിന്നുള്ള ഒരു ആത്മവിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ 2 ടേമിൽ അദ്ദേഹം കൊല്ലത്തെ പ്രതിനിധീകരിച്ചു. രാജ്യത്ത് തന്നെ മാതൃകയാകുന്ന നിലയിലേക്ക് ഒരു MPയുടെ പ്രവർത്തനം എങ്ങനെയാകണം എന്ന് അദ്ദേഹം ഈ കാലയളവിൽ തെളിയിക്കുകയുണ്ടായി. കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ അനുകൂലമായ സാഹചര്യമെന്ന് NK പ്രേമചന്ദ്രൻ MP 24-നോട് എല്ലാ തെരഞ്ഞെടുപ്പിലും CPIM സ്വീകരിച്ചിരിക്കുന്ന തന്ത്രമാണ് വ്യക്തിഹത്യ. പ്രധാനമന്ത്രിയുമായി നടത്തിയ സൗഹൃദ സംഭാഷണമാണ് ഇപ്പോഴത്തെ പ്രശ്നമെന്നും അതിനെ അതിജീവിക്കാനുള്ള കഴിവ് UDF-നുണ്ടെന്നും NK പ്രേമചന്ദ്രൻ പറഞ്ഞു. കൊല്ലത്ത് UDF സ്ഥാനാർത്ഥിയെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. നിലവിലെ MP കൂടിയായ NK പ്രേമചന്ദ്രനാണ് ഇപ്പോൾ 24-നൊപ്പം NK പ്രേമചന്ദ്രൻ MP ചേരുകയാണ്. 2 തവണ LDF ടിക്കറ്റിൽ, 2 തവണ UDF ടിക്കറ്റിൽ. പാർലമെന്റിലേക്ക് മത്സരിച്ചപ്പോഴൊക്കെ വിജയമായിരുന്നു. ഇപ്പോൾ ഇതാ പാർലമെന്റിലേക്ക് 5ാം ഊഴം. എന്ത് തോന്നുന്നു? നല്ല രാഷ്ട്രീയ മത്സരമായിരിക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. പക്ഷെ വളരെ അനുകൂലമായ ഘടകങ്ങളാണ് UDF-നെ സംബന്ധിച്ച് കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ. അതിനൊരു കാരണം രാജ്യത്തും സംസ്ഥാനത്തും നിലനിൽക്കുന്ന രാഷ്ട്രീയ പശ്ചാത്തലം തന്നെയാണ് പ്രധാനപ്പെട്ട ഘടകം. മതേതര ഇന്ത്യയെ വീണ്ടെടുക്കണമെങ്കിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള മതേതര ജനാധിപത്യ ശൈലി ശാക്തീകരിച്ചെങ്കിൽ മാത്രമേ ഇന്ത്യൻ മതേതരത്വവും ഇന്ത്യൻ ജനാധിപത്യവും വീണ്ടെടുക്കാൻ കഴിയൂ എന്നാണ് വർത്തമാനകാല രാഷ്ട്രീയം വിലയിരുത്തുന്ന ഏത് രാഷ്ട്രീയ വിദ്യാർത്ഥിക്കും ബോധ്യപ്പെടുന്നത്. ആ മതേതര ഇന്ത്യയെ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ ജനകീയ പോരാട്ടമാണ് ദേശീയ തലത്തിൽ നടക്കുന്നത്. അതിന്റെ മുൻപിൽ നിൽക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. ആ കോൺഗ്രസിനോടൊപ്പമാണ് RSPയും ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണിയായി കേരളത്തിൽ മത്സരിക്കുന്നത്. എല്ലാ തെരഞ്ഞെടുപ്പുകളിലും CPM എടുത്തിട്ടുള്ള ഒരു തന്ത്രം വ്യക്തിഹത്യയിലൂടെ നിസ്സാരമായ കാരണങ്ങളുടെ പേരിൽ അപവാദ പ്രചരണം നടത്തി രാഷ്ട്രീയമായും വ്യക്തിപരമായും പ്രത്യാക്രമണം നടത്തുക എന്നുള്ളതാണ്. 2014 മോശമായ പരാമർശത്തിലൂടെ എന്നെ ചിത്രീകരിക്കാൻ വേണ്ടി പരിശ്രമിച്ചു. ഞാൻ BJPയിൽ പോകുന്നു എന്ന് വ്യാപകമായി പ്രചരണം നടത്തി. ഇത് CPM-ന്റെ പരമ്പരാഗതമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ തന്ത്രമാണ്. ഇപ്പോൾ നടനും MLA-യുമായ M മുകേഷാണ് സ്ഥാനാർത്ഥിയായി വരിക എന്ന് പറയുന്നത് ഉറപ്പിച്ചിട്ടില്ലെങ്കിൽ കൂടി ഏറെക്കുറെ അങ്ങനെയാണ് ചർച്ചകൾ. അപ്പോൾ കഴിഞ്ഞ തവണത്തേതിനേക്കാൾ കൂടുതൽ കടുപ്പമാകും എന്നാണോ മത്സരം? എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഞങ്ങൾ ശ്രീ MA ബേബി മത്സരിച്ചപ്പോഴും KN ബാലഗോപാൽ മത്സരിച്ചപ്പോഴും വേണ്ടത്ര ഗൗരവത്തോടു കൂടി തന്നെയാണ് തെരഞ്ഞെടുപ്പിനെ കണ്ടത്. ഇനിയിപ്പോൾ നിങ്ങൾ പറയുന്നതനുസരിച്ച് ശ്രീ മുകേഷ് ആണെങ്കിലും അതിന്റെ ഗൗരവം അല്പം പോലും കുറയുന്നില്ല. ക്യാമറമാൻ ജിനു എസ് രാജിനൊപ്പം സലീം മാലിക്, 24 തിരുവനന്തപുരം. സലീം മാലിക് ഉണ്ട് കൊല്ലത്തെ വിവരങ്ങളുമായി. സലീം, അപ്രതീക്ഷിതമായ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനമല്ല UDF-ന്റെ കാര്യത്തിൽ കൊല്ലത്ത്. പക്ഷേ ആദ്യഘട്ടത്തിൽ INTUC-യൊക്കെ ചില പ്രതിഷേധം കൊല്ലം സീറ്റിന്റെ കാര്യത്തിലൊക്കെ
ഉയർത്തിയിരുന്ന എൻ കെ പ്രേമചന്ദ്രനെതിരെയും RSPക്കെതിരെയും ഒക്കെ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. അതിനെയൊക്കെ മറികടന്ന് അതിനപ്പുറം LDF ഈ അടുത്ത ഘട്ടങ്ങളിൽ ഈ അടുത്ത ദിവസത്തെ ആ വിരുന്നിനെ തുടർന്ന് ഉയർത്തിയ BJP ബാന്ധവം എന്ന എൻ കെ പ്രേമചന്ദ്രനെതിരായ വ്യക്തിപരമായ ആക്ഷേപത്തെ അല്ലെങ്കിൽ ആരോപണത്തെ കൂടി മറികടക്കാമെന്ന ആത്മവിശ്വാസം UDFനും RSP ക്യാമ്പിനുമുണ്ടോ? ഗോകുൽ, ഉറപ്പായും UDF വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. കാരണം എൻ കെ പ്രേമചന്ദ്രനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം തന്നെ പറഞ്ഞതുപോലെ മുൻപ് 2 തവണ മത്സരിച്ചപ്പോഴും അത്തരത്തിലുള്ള സമാനമായ ആരോപണങ്ങളിലൂടെ നേരിട്ടതാണ്. അപ്പോഴേക്കും വലിയ ഭൂരിപക്ഷത്തിൽ തന്നെ കൊല്ലം പാർലമെന്റിൽ നിന്ന് അദ്ദേഹം വിജയിച്ചു കയറി എന്നുള്ളത് തന്നെയാണ് RSPയെ സംബന്ധിച്ചിടത്തോളമുള്ള ആത്മവിശ്വാസം. അതിനപ്പുറത്തേക്ക് ഇന്നത്തെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ ഒരു സർപ്രൈസോ സസ്പെൻസോ ഒന്നും ഇല്ല എന്നുള്ളത് തന്നെയാണ്. INTUC ആദ്യഘട്ടത്തിൽ കൊല്ലം സീറ്റ് ക്ലെയിം ചെയ്തൊരു വാദം ഉന്നയിച്ചെങ്കിലും അതൊന്നും UDF ചർച്ചയ്ക്ക് പോലും വെച്ചിരുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല RSPയിലും UDFലും തന്നെ എൻ കെ പ്രേമചന്ദ്രൻ അല്ലാതെ മറ്റൊരു പേരും പരിഗണിച്ചിരുന്നുമില്ല. കാരണം അത് കഴിഞ്ഞ 2 തവണയും അദ്ദേഹത്തിൻ്റെ വിജയവും ആ വിജയത്തിലുണ്ടായ ഭൂരിപക്ഷം, കഴിഞ്ഞ തവണ പാർലമെന്റിലെ മുഴുവൻ നിയമസഭാ മണ്ഡലങ്ങളിലും ലീഡോട് കൂടിയ വലിയ വിജയം, അതൊക്കെ തന്നെയാണ് എൻ കെ പ്രേമചന്ദ്രനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു പേരിലേക്ക് കൂടി UDFനെ ചിന്തിപ്പിക്കാൻ പോലും പ്രേരിപ്പിക്കാത്തത്. മാത്രമല്ല പാർലമെന്റിൽ കാഴ്ചവെക്കുന്ന പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ വിവിധ പുരസ്കാരങ്ങൾ ഉൾപ്പെടെ അദ്ദേഹത്തിന് ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായി. അതുകൊണ്ട് അദ്ദേഹം വലിയൊരു ജനകീയനാണ് എന്നുള്ളൊരു വിലയിരുത്തലാണ് UDFനുള്ളത്. അതുകൊണ്ട് ഏത് സ്ഥാനാർത്ഥി വന്നാലും എളുപ്പത്തിൽ വിജയിക്കാൻ കഴിയും ഒരു ഈസി വാക്ക് ഓവർ എന്ന നിലയിലാണ് UDF കൊല്ലം പാർലമെന്റിനെ കാണുന്നത്. അതേസമയം കൊല്ലത്ത് LDFും വലിയ മത്സരം തന്നെ നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതിന്റെ ഭാഗമായ ഒരു താര പോരാട്ടം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറുന്നു. M മുകേഷിനെ കളത്തിലിറക്കാനാണ് ജില്ലാ സെക്രട്ടേറിയറ്റ് ഇപ്പോൾ നൽകിയിരിക്കുന്ന പേര്. M മുകേഷിലേക്ക് എത്തുകയാണെങ്കിൽ വലിയൊരു രാഷ്ട്രീയ പോരാട്ടം, കൊല്ലം നിയമസഭാ മണ്ഡലത്തിലെ MLAയും കൊല്ലം പാർലമെന്റിലെ നിലവിലെ MPയും തമ്മിലുള്ള ഒരു മത്സരം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറും. അങ്ങനെയെങ്കിൽ എന്തായാലും ഒരു വാശിയേറിയ പോരാട്ടം ഉണ്ടാകും. അപ്പോഴും പ്രധാനമായും എൻ കെ പ്രേമചന്ദ്രൻ ഇത്തവണ നേരിടാൻ പോകുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളി അത് ഏറ്റവും അടുത്തിടെ ഉണ്ടായ പ്രധാനമന്ത്രിയുമായി ബന്ധപ്പെട്ട വിരുന്ന് വിവാദമാണ്. പ്രത്യേകിച്ചും മുസ്ലിം വോട്ട് ബാങ്ക് കാര്യമായുള്ള ലോക്സഭാ മണ്ഡലമാണ് കൊല്ലം. അവിടെ അത്തരത്തിലൊരു ആരോപണത്തിലൂടെ തന്നെ എൻ കെ പ്രേമചന്ദ്രനെ വീഴ്ത്താൻ കഴിയും എന്നുള്ളതാണ് LDF പ്രതീക്ഷിക്കുന്നത്. അതിനെ മറികടക്കാനുള്ള രാഷ്ട്രീയ ശക്തി UDFനുണ്ട് എന്നുള്ളതായിരുന്നു എൻ കെ പ്രേമചന്ദ്രൻ ആ വിഷയവുമായി ബന്ധപ്പെട്ട് നൽകിയ മറുപടി. മാത്രമല്ല ഈ വിഷയത്തിൽ M മുകേഷ് സ്ഥാനാർത്ഥിയായി വന്നാൽ പരാജയം സംഭവിക്കും എന്നൊരു ചോദ്യത്തിന് RSPയുടെ സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ നൽകിയ മറുപടി, പോളിറ്റ് ബ്യൂറോ അംഗമായ MA ബേബിയും CPIഎമ്മിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായ KN ബാലഗോപാലും വന്നിട്ടും പരാജയപ്പെട്ടില്ല, അതിൽ വലുതല്ലല്ലോ M മുകേഷ് എന്നുള്ളതായിരുന്നു ഷിബു ബേബി ജോണിന്റെ മറുപടി. എന്നാൽ അതിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായ ഒരു മറുപടിയാണ് എൻ കെ പ്രേമചന്ദ്രൻ പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് സ്ഥാനാർത്ഥി ആരായാലും കുറച്ചു കാണുന്നില്ല, വലിയ രാഷ്ട്രീയ മത്സരം തന്നെ ഉണ്ടാകും, അതിലൊരു തർക്കവുമില്ല. പക്ഷേ സ്ഥാനാർത്ഥിയിലല്ല കാര്യം, അതിനപ്പുറത്തേക്ക് രാഷ്ട്രീയം ചർച്ചയാവുന്ന തെരഞ്ഞെടുപ്പാണ്. സ്ഥാനാർത്ഥി ഒരു ചെറിയ ഫാക്ടർ മാത്രമാണ്. അത് താനായാലും LDF സ്ഥാനാർത്ഥിയായാലും എന്തായാലും UDFും LDFും തമ്മിലുള്ള ഒരു മത്സരമാണ്. സംസ്ഥാന സർക്കാരിനെ വിലയിരുത്തുന്ന ഒപ്പം കേന്ദ്ര സർക്കാരിനെ വിലയിരുത്തുന്ന ഒരു തെരഞ്ഞെടുപ്പാവും ഉണ്ടാവുക. അതിൽ UDFനൊപ്പം അണികൾ നിൽക്കും എന്നുള്ളൊരു വലിയ ആത്മവിശ്വാസമാണ് അദ്ദേഹം പ്രകടിപ്പിച്ചിരിക്കുന്നത്. എൻ കെ പ്രേമചന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ഇത് 4 തവണ ഇതിനോടകം തന്നെ പാർലമെന്റിൽ മത്സരിക്കുകയും വിജയിക്കുകയും ചെയ്തതാണ്. 1996 ആദ്യത്തെ ലോക്സഭയിലേക്കുള്ള അംഗം LDF ടിക്കറ്റിലായിരുന്നു, അതിൽ വിജയിച്ച് കയറി. അതിനുശേഷം 98 വീണ്ടും മത്സരിച്ചു, അതിലും വിജയം. അതിനുശേഷം 2000 രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെടുകയായിരുന്നു. അതിന് പിന്നാലെ RSP UDFിലേക്ക് വന്നു. ഒരു വലിയ രാഷ്ട്രീയ മാറ്റത്തിന് ശേഷം 2014 ആണ് അദ്ദേഹം പിന്നീട് UDF ടിക്കറ്റിൽ ആദ്യമായി മത്സരിക്കുന്നത്. ആ തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു. 2019 KN ബാലഗോപാലായിരുന്നു എതിരാളി. ആ തെരഞ്ഞെടുപ്പിൽ 1 ലക്ഷത്തിലധികം വോട്ടിന്റെ വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അങ്ങനെ വലിയ ട്രാക്ക് റെക്കോർഡ്, തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ തന്നെ വളരെ ട്രാക്ക് റെക്കോർഡുള്ള നേതാവാണ് എൻ കെ പ്രേമചന്ദ്രൻ. ആ നിലയിൽ പ്രചരണങ്ങൾ ഉൾപ്പെടെ നേരത്തെ തന്നെ ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. അവിടെ ചുവരെഴുത്തുകൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. ഔദ്യോഗികമായി സ്ഥാനാർത്ഥി പ്രഖ്യാപനം കൂടി വന്നതോടുകൂടി കൂടുതൽ വലിയ നിലയിലേക്കുള്ള രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലേക്ക്, തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികളിലേക്ക് കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെ UDF അണികൾ ഇറങ്ങിയും കഴിഞ്ഞിട്ടുണ്ട്. ഗോകുൽ. ശരി, സലീം മാലിക്കാണ് വിവരങ്ങൾ നൽകിയത്. കൊല്ലത്ത് UDF അവരുടെ ഔദ്യോഗികമായ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് പ്രചാരണം ഇനി അതിൻ്റെ ഏറ്റവും മൂർധന്യാവസ്ഥയിലേക്ക് കടക്കും, സജീവമാകും എന്നതാണ് സലീം മാലിക് നൽകുന്ന വിവരം. ഒപ്പം എൻ കെ പ്രേമചന്ദ്രൻ എല്ലാ ആരോപണങ്ങളെയും, അത് വ്യക്തിപരമായി ഉയരുന്ന BJP ബന്ധമെന്ന ആരോപണത്തെ ഉൾപ്പെടെ, അല്ലെങ്കിൽ M മുകേഷ് CPMന്റെ അല്ലെങ്കിൽ LDFന്റെ സ്ഥാനാർത്ഥിയെ വന്നാൽ അതിനെയൊക്കെ മറികടക്കാനാകും, അത് ആര് സ്ഥാനാർത്ഥിയായാലും അതൊന്നും പ്രശ്നമല്ല എന്ന ആത്മവിശ്വാസം RSPയും UDFും പുലർത്തുന്നുണ്ട്. ഏതായാലും സജീവമായ ഒരു രാഷ്ട്രീയ പോരാട്ടം കൊല്ലത്ത് ഇത്തവണയും ഉണ്ടാകുമെന്നത് ഉറപ്പാണ്. പത്തനംതിട്ട ഏഴംകുളം ക്ഷേത്രത്തിലെ ഗരുഡൻ തൂക്കം ഉത്സവത്തിനിടെ 10 മാസം പ്രായമുള്ള കുഞ്ഞ് താഴെ വീണു. കൈക്ക് പരിക്കേറ്റ കുഞ്ഞ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. കുഞ്ഞിന്റെ ആരോഗ്യനിലയിൽ ആശങ്ക വേണ്ടെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. ഇതുവരെ പോലീസ് കേസെടുത്തിട്ടില്ല. സംഭവത്തിൽ റിപ്പോർട്ട് തേടിയ ബാലാവകാശ കമ്മീഷൻ അടിയന്തര നടപടി സ്വീകരിക്കാൻ പോലീസിന് നിർദ്ദേശം നൽകി. ശ്രീകുമാരൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ശ്രീജിത്ത്, കാലങ്ങളായി നടന്നു വരുന്ന ഒരു ആചാരവും ഉത്സവവും ഒക്കെയാണ്, പക്ഷേ എന്താണ് ഇത്തവണ അവിടെ സംഭവിച്ചത്? ഇങ്ങനെ ഉള്ള സംഭവങ്ങൾ, കുട്ടികൾക്കൊക്കെ നേരെ ഉണ്ടാകുന്ന അപകടങ്ങളിലൊക്കെ ആണെങ്കിൽ പോലും പോലീസ് സ്വമേധയാ കേസെടുക്കാറുണ്ടല്ലോ, എന്താണ് അങ്ങനെ ഒരു നടപടി അവിടെ ഉണ്ടാവാതെ പോകുന്നത്?
പോലീസ് ഇക്കാര്യത്തിൽ പറയുന്ന ഒരു വിശദീകരണം ഗൂഗിള്, അതായത് ഈ കുഞ്ഞിനെ തിരിച്ചറിയാൻ തങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നായിരുന്നു തുടക്കം മുതൽ പോലീസ് പറയുന്നത്. കാരണം പ്രധാനമായും അവർ പറയുന്നത് ഇന്നലെ രാത്രിയാണ് ഇത്തരമൊരു സംഭവം നടക്കുന്ന. ആ സമയത്ത് പോലീസുകാർ കാര്യമായി ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് തന്നെ കുഞ്ഞിനെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. ബന്ധുക്കളും അതുപോലെ തന്നെ ഈ ക്ഷേത്രം ഭരണസമിതിയിലെ അംഗങ്ങളൊക്കെ കൂടി ചേർന്ന് പെട്ടെന്ന് തന്നെ മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ പോലീസിന് അത്തരത്തിലൊരു വിവരം ലഭിച്ചിരുന്നില്ല. ഇന്ന് രാവിലെയോടുകൂടി ഇത്തരത്തിലുള്ള ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കാൻ തുടങ്ങിയതോടുകൂടിയാണ് പോലീസും സ്പെഷ്യൽ ബ്രാഞ്ചും ഇക്കാര്യത്തിൽ ഒരു കൃത്യമായ ഒരു അന്വേഷണം നടത്തിയത്. അത് പത്തനാപുരം സ്വദേശികളുടെ കുഞ്ഞാണ്. ഈ കുഞ്ഞിപ്പോൾ അടൂർ ലൈഫ് ലൈൻ ആശുപത്രിയിൽ ചികിത്സയിലുണ്ടെന്ന ഒരു പ്രാഥമിക വിവരം മാത്രമാണ് പോലീസിന് കുറച്ച് നേരത്തെ ലഭിച്ചത്. ഇവരെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ അന്വേഷിച്ച് വരികയാണെന്നും മനസ്സിലാക്കുന്നു. അതിനിടെയാണ് നമ്മളടക്കമുള്ള മാധ്യമങ്ങൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. വളരെ ഉയരത്തിൽ നിന്ന കുഞ്ഞ് താഴേക്ക് വീഴുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഗൂഗിൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വർഷങ്ങളായി നടക്കുന്ന ഒരു ആചാരമാണ്. സ്വാഭാവികമായി അതിനുവേണ്ട സുരക്ഷാ മുൻകരുതലൊക്കെ ഒരുക്കണമെന്ന കർശനമായ നിർദ്ദേശം മുൻപൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കാര്യമായ രീതിയിലുള്ള സുരക്ഷാ മുൻകരുതലൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണെങ്കിൽ ആ കുഞ്ഞ് താഴേക്ക് ഇങ്ങനെ പതിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകില്ല. എന്തായാലും കുഞ്ഞിന്റെ കൈക്ക് പൊട്ടലേറ്റിട്ടുണ്ട് എന്നാണ് ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കുന്നത്. എക്സ്റേയിലൂടെ അത് വ്യക്തമായിട്ടുണ്ട്. എന്തായാലും ഈ മാതാപിതാക്കൾക്ക് എന്തായാലും കാര്യമായ രീതിയിലുള്ള പരാതികൾ ഉണ്ടാകാൻ സാധ്യതയില്ല. കാരണം അവർ തന്നെയാണ് ഇത്തരത്തിലൊരു വഴിപാടെന്ന രീതിയിൽ കുഞ്ഞിനെ ഈ തൂക്കം ചടങ്ങിന് കൊണ്ടുവന്നിട്ടുള്ളത്. എന്തായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം അവർ കേസ് ഇതുവരെ എടുത്തിട്ടില്ല. പക്ഷേ സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ഈ വിഷയത്തിൽ ഇടപെട്ട് കഴിഞ്ഞു. അവർ ഇവിടുത്തെ ബാലാവകാശ കമ്മീഷൻ അംഗത്വം സുനന്ദയോടും അതുപോലെ തന്നെ ഇവിടുത്തെ ജില്ലാ ശിശു സംരക്ഷണ സമിതിയോടും അടിയന്തര റിപ്പോർട്ട് ആവശ്യപ്പെട്ടു കഴിഞ്ഞു. ഉടൻ തന്നെ നടപടി സ്വീകരിക്കാൻ പോലീസിനും നിർദ്ദേശം നൽകിയതായി സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ മനോജ് കുമാർ ഈ ഒരു ഘട്ടത്തിൽ പറയുന്നുണ്ട്. എന്തായാലും പോലീസ് ഈ വിഷയത്തിൽ കൂടുതൽ അന്വേഷണം നടത്തി വരികയാണ്. കേസെടുക്കുന്ന നടപടികളിലേക്ക് അവർ കടക്കുമെന്ന് തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ക്ഷേത്ര ഭരണാധികാരികൾ ഭരണസമിതി അംഗങ്ങൾ ഇതേക്കുറിച്ച് പ്രതികരിക്കാൻ ഇതുവരെ തയ്യാറായിട്ടുമില്ല. ശരി, ശ്രീകുമാരനാണ് വിവരങ്ങൾ നൽകിയത്. ഏഴംകുളം ക്ഷേത്രത്തിലെ തൂക്കത്തിനിടെയാണ് ഇങ്ങനെ ഒരു അപകടമുണ്ടായത്. എന്തായാലും ആ കാഴ്ച നമ്മളെ നൊമ്പരപ്പെടുത്തുന്നതാണ്. കുഞ്ഞ് ഉയരത്തിൽ നിന്ന് താഴേക്ക് പതിക്കുകയായിരുന്നു. കൈയ്ക്ക് ഒടിവ് മാത്രമാണ് കുട്ടിക്കുള്ളത്. മറ്റ് കാര്യമായ അല്ലെങ്കിൽ ഗുരുതരമായ പരിക്കുകളില്ല എന്ന് പറയുമ്പോൾ പോലും ഇത്തരം ആചാരങ്ങളിൽ ആഘോഷങ്ങളിലൊക്കെ അതിൻ്റെ മുൻകരുതലുകൾ സുരക്ഷാ സംവിധാനങ്ങളെ പറ്റിയുള്ള ചോദ്യം കൂടി ഉയർത്തുന്നുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPIM അന്തിമ സ്ഥാനാർത്ഥി പട്ടികയിലേക്ക് എറണാകുളം, ചാലക്കുടി, മലപ്പുറം, പൊന്നാനി എന്നിവിടങ്ങളിൽ മാത്രമാണ് ഒറ്റ പേരിലേക്ക് എത്താനുള്ളത്. കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളും മന്ത്രിയും MLA-മാരും ഉൾപ്പെടുന്നതാണ് CPIM സ്ഥാനാർത്ഥി പട്ടിക. ജനകീയ മുഖങ്ങളെ പരീക്ഷിച്ച് പരമാവധി സീറ്റ് നേടുകയാണ് CPIM-ന്റെ തെരഞ്ഞെടുപ്പ് തന്ത്രം. ആലത്തൂരിൽ മന്ത്രി K. രാധാകൃഷ്ണനെ തന്നെ കളത്തിലിറക്കിയേക്കും. കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ KK ശൈലജ വടകരയിലും TM തോമസ് ഐസക് പത്തനംതിട്ടയിലും എളമരം കരീം കോഴിക്കോടും മത്സരിക്കാനാണ് സാധ്യത. തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി V. ജോയ് ആറ്റിങ്ങലിലും കാസർഗോഡ് ജില്ലാ സെക്രട്ടറി MV ബാലകൃഷ്ണൻ കാസർഗോഡ് മണ്ഡലത്തിലും കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ കണ്ണൂരിലും മത്സരിച്ചേക്കും. പൊതുസ്വതന്ത്രൻ എന്നാണ് ചർച്ചയെങ്കിലും എറണാകുളത്ത് ഒരു പേരിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. ചാലക്കുടിയിൽ മുൻമന്ത്രി രവീന്ദ്രനാഥിനാണ് സാധ്യതയെങ്കിലും മറ്റു ചില പേരുകളും പരിഗണിക്കുന്നുണ്ട്. മലപ്പുറത്ത് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം അബ്ദുള്ള നവാസ്, VP സാനു എന്നിവരുടെ പേരുകളാണ് പരിഗണനയിലുള്ളത്. പൊന്നാനിയിലെ തീരുമാനം സംസ്ഥാന നേതൃത്വത്തിന് വിട്ടു. ഈ മാസം 27-ന് CPIM സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. 24 തിരുവനന്തപുരം. പത്തനംതിട്ടയിൽ മുൻമന്ത്രി ഡോക്ടർ TM തോമസ് ഐസക് LDF സ്ഥാനാർത്ഥിയാകും. ജില്ലാ കമ്മിറ്റിയും ഐക്യകണ്ഠേന തോമസ് ഐസക്കിന്റെ പേര് നിർദ്ദേശിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം രാജു എബ്രഹാം കൂടി പങ്കെടുത്ത് ജില്ലാ കമ്മിറ്റി യോഗമാണ് ഐസക്കിന്റെ പേര് നിർദ്ദേശിച്ചത്. ശ്രീകുമാരൻ ചേരുന്നുണ്ട് പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങളുമായി. ശ്രീജിത്ത്, കഴിഞ്ഞ കുറേ മാസങ്ങളായി TM തോമസ് ഐസക് പത്തനംതിട്ടയിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥി സാധ്യത നേരത്തെ തന്നെ ചർച്ചകൾ നിറഞ്ഞു നിന്നതുമാണ്. അതിൽ മാറ്റമൊന്നും ഉണ്ടാകുന്നില്ല. പ്രത്യേകിച്ച് രണ്ടാമത് പരിഗണിച്ചിരുന്ന ഒരു പേര് രാജു എബ്രഹാമിൻ്റെതായിരുന്നു. അവിടെയും മറ്റ് ചർച്ചകളോ ഒന്നുമില്ലാതെ തന്നെ തോമസ് ഐസക്കിലേക്ക് എത്തുന്നു പത്തനംതിട്ടയിൽ CPM എന്നാണോ? ഈ ജില്ലാ നേതാക്കളുടെ വാക്കുകളിൽ നിന്നാണ് ഇത്തരത്തിൽ രാജു എബ്രഹാം എന്നൊരു പേരിലേക്ക് CPIM കടക്കുന്നു എന്ന തരത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വാർത്തകൾ ഉണ്ടായിരുന്നത്. പക്ഷേ സംസ്ഥാന നേതൃത്വം തോമസ് ഐസക് എന്ന ഒറ്റ സ്ഥാനാർത്ഥിയുടെ പേര് മാത്രം അവതരിപ്പിച്ചു കഴിഞ്ഞപ്പോൾ ആ ഒരു പേരിലേക്ക് മാത്രം ചുരുങ്ങിയാൽ മതിയെന്നൊരു തീരുമാനം ജില്ലാ സെക്രട്ടേറിയറ്റിലുണ്ടായി. മറ്റു പേരുകൾ എന്തെങ്കിലും നിർദ്ദേശിക്കാനുണ്ടോ എന്ന കഴിഞ്ഞ തവണത്തെ ചോദ്യത്തിന്, ജില്ലാ സെക്രട്ടേറിയറ്റിലെ നേതാക്കളുടെ ചോദ്യത്തിന്, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പുത്തലത്ത് ദിനേശൻ അടക്കമുള്ള ആളുകളാണ് ഈ യോഗത്തിൽ പങ്കെടുത്തത്. അവരുടെ ചോദ്യത്തിന് പക്ഷേ ആരുടെയും പേര് നിർദ്ദേശിക്കാനില്ല എന്നൊരു മറുപടിയായിരുന്നു ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ KP ഉദയഭാനു അടക്കമുള്ള പാർട്ടി നേതാക്കൾ നൽകിയത്. എന്തായാലും അതൊരു ഐക്യകണ്ഠേനയുള്ള ഒരു തീരുമാനമായിരുന്നു തോമസ് ഐസക്കിന്റേത്, ജില്ലാ സെക്രട്ടേറിയറ്റിലേത്. എന്തായാലും ഇന്ന് ജില്ലാ കമ്മിറ്റിയിൽ ഒരുപക്ഷെ മറുപേരുകൾ ഉയരുമോ എന്ന തരത്തിലുള്ള ചർച്ചകൾ ഉണ്ടായിരുന്നു. പക്ഷേ മറ്റൊരു പേരും തന്നെ ഉയർന്നില്ല. ഐക്യകണ്ഠേന തോമസ് ഐസക് മത്സരിച്ചാൽ വിജയം ഉറപ്പ് എന്ന തരത്തിലുള്ള പ്രതികരണങ്ങളടക്കം ജില്ലാ കമ്മിറ്റിയിൽ ഉയർന്നു വന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ തോമസ് ഐസക്കിന്റെ പേര് നിർദ്ദേശിച്ചിട്ടുണ്ട് ജില്ലാ കമ്മിറ്റി. അതായത് സംസ്ഥാന നേതൃത്വം പറഞ്ഞ പേര് തന്നെ ജില്ലാ നേതൃത്വവും അംഗീകരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ പേര് മുകളിലേക്ക് കൊടുക്കും. അതിനുശേഷം തോമസ് ഐസക്കിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥി പ്രഖ്യാപനം 27-ന് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പത്തനംതിട്ടയിൽ തോമസ് ഐസക് എന്ന ഒരൊറ്റ പേരിലേക്ക് ചുരുങ്ങിയിരിക്കുന്നു. CPM കേന്ദ്ര കമ്മിറ്റി അംഗമാണ് തോമസ് ഐസക്.
ശരി. CPM കേന്ദ്ര കമ്മിറ്റി അംഗവും മുൻ ധനമന്ത്രിയുമായ ഡോക്ടർ TM തോമസ് ഐസക് പത്തനംതിട്ടയിൽ നിന്ന് ലോക്സഭയിലേക്ക് ജനവിധി തേടുമെന്നതിൽ ഉറപ്പാകുന്നു. മറ്റ് പേരുകളിലേക്കൊന്നും ജില്ലാ കമ്മിറ്റിയും ചർച്ചകളിലേക്ക് പോകുന്നില്ല. സംസ്ഥാന നേതൃത്വത്തിന്റെ നിർദ്ദേശം അത് തന്നെ ജില്ലാ സെക്രട്ടേറിയറ്റും ജില്ലാ കമ്മിറ്റിയും അംഗീകരിക്കുന്നു എന്ന വാർത്തയാണ് ശ്രീകുമാരൻ പങ്കുവച്ചത്. കോട്ടയത്തെ LDF UDF സ്ഥാനാർത്ഥികൾ പ്രചാരണം ആരംഭിച്ചു. ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലെത്തി പ്രാർത്ഥിച്ചാണ് ഫ്രാൻസിസ് ജോർജ് പ്രചാരണ പരിപാടികൾ ആരംഭിച്ചത്. പള്ളികൾ കേന്ദ്രീകരിച്ച് വോട്ട് തേടുന്ന തിരക്കിലാണ് LDF സ്ഥാനാർത്ഥി തോമസ് ചാഴികാടൻ. ആ സമയം കോട്ടയം സീറ്റിൽ BDJS സ്ഥാനാർത്ഥിയായി തുഷാർ വെള്ളാപ്പള്ളി തന്നെ മത്സരിച്ചേക്കും. UDF സ്ഥാനാർത്ഥിയായി ഫ്രാൻസിസ് ജോർജ് കൂടി എത്തിയതോടെ പൊതുതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് പോരാട്ടം ചൂടുപിടിച്ചിരിക്കുകയാണ്. ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലെത്തി പ്രാർത്ഥിച്ച ശേഷമാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തേക്ക് ഫ്രാൻസിസ് ജോർജ് കടന്നത്. നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പാണ്. ഉമ്മൻചാണ്ടി സാറിനെ പോലെ ഏറ്റവും നമുക്കെല്ലാവർക്കും അറിയാം, ജനാധിപത്യത്തിന്റെ എല്ലാ മൂല്യങ്ങളും കാത്തു സൂക്ഷിച്ചുകൊണ്ട് പ്രവർത്തിച്ച ഒരു ജനതയാണ്. ജനാധിപത്യ മൂല്യങ്ങളാണ് ഏറ്റവും വലിയ വെല്ലുവിളിയെ നേരിടുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഓർമ്മകൾ, ആ സ്മരണകൾ തീർച്ചയായിട്ടും ഈ പോരാട്ടത്തിന് ഐക്യജനാധിപത്യ മുന്നണിക്ക് എല്ലാ അർത്ഥത്തിലും കരുത്തു പകരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഞായറാഴ്ച കഴിയുന്നത്ര ദേവാലയങ്ങളിൽ ഓടിയെത്താനുള്ള ശ്രമത്തിലാണ് LDF സ്ഥാനാർത്ഥി തോമസ് ചാഴിക്കാടൻ. കഴിഞ്ഞ ദിവസം KM മാണിയുടെ കല്ലറയിൽ പോയി പ്രാർത്ഥിച്ച ശേഷമാണ് തോമസ് ചാഴിക്കാടൻ പ്രചരണം ആരംഭിച്ചത്. LDFും UDFും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതോടെ കോട്ടയത്തെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വേഗത്തിലാക്കാനാണ് NDAയുടെയും നീക്കം. തുഷാർ വെള്ളാപ്പള്ളി തന്നെ മത്സരിച്ചേക്കുമെന്നാണ് വിവരം. 24 കോട്ടയം. കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് വോട്ടിംഗ് ശതമാനം കൂടുമെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. അയോധ്യ രാമക്ഷേത്രം അനുകൂല ഘടകമാകും. UDFന്റെ ബലഹീനതയാണ് LDFന്റെ ശക്തി. കഴിഞ്ഞ തവണത്തെ അത്രയും വോട്ട് UDFന് കിട്ടില്ലെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. 18 സീറ്റോ 19 സീറ്റോ കഴിഞ്ഞ പ്രാവശ്യം UDFന് കിട്ടി എന്നത് വന്നുകൊണ്ട് അസംബ്ലിയിൽ നിന്ന് നമുക്ക് കിട്ടിയോ? ആ വ്യത്യാസം UDFനെ സംബന്ധിച്ചിടത്തോളം സീറ്റ് കിട്ടും അവർക്ക്, പക്ഷേ മുഴുവൻ കിട്ടും. ഈ ഭരണത്തിൻ്റെ വിദ്വേഷത്തിൻ്റെ അനുസരിച്ച് അവർക്ക് വോട്ട് എല്ലാം കിട്ടി ജയിക്കും എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് BJPക്കാർ പറയുന്നുണ്ടല്ലോ. രാമക്ഷേത്രം പണിതതിൻ്റെ ആ അലയിലൊളികൾ ഇന്ന് ജനങ്ങളുടെ ഹൃദയത്തിലെല്ലാം ഇന്ന് നിറഞ്ഞു തുളുമ്പി നിൽക്കുകയാണ്. അല്ലെങ്കിൽ അവർക്കെല്ലാം കിട്ടുമെന്ന് അവർക്ക് പറയാൻ പറ്റില്ല. ഓരോരുത്തർക്കും അവരവരുടേതായ ഭാവന അനുസരിച്ചും അവരവർക്ക് അനുകൂലമായി നമുക്ക് വ്യാഖ്യാനിക്കാം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് മുന്നിൽ വിവിധ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ച് സിറോ മലബാർ സഭ ക്രൈസ്തവ സമൂഹവുമായി ബന്ധപ്പെട്ട JB കോശി കമ്മീഷൻ റിപ്പോർട്ട് പൂർണ്ണമായും പുറത്തുവിടണമെന്നതാണ് പ്രധാന ആവശ്യം. വന്യജീവി ആക്രമണത്തിന് പരിഹാരം കണ്ടെത്തണമെന്നും EWS മാനദണ്ഡങ്ങൾ പരിഷ്കരിക്കണമെന്നുമാണ് സഭ മുന്നോട്ട് വയ്ക്കുന്ന മറ്റു നിർദ്ദേശങ്ങൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും മുന്നിൽ നിലപാട് തുറന്നു പറയുകയാണ് സിറോ മലബാർ സഭ. ക്രൈസ്തവരുടെ സാമൂഹിക, സാമ്പത്തിക, വിദ്യാഭ്യാസ പിന്നാക്കാവസ്ഥയെക്കുറിച്ച് സംസ്ഥാന സർക്കാരിന് സമർപ്പിച്ച JB കോശി കമ്മീഷൻ റിപ്പോർട്ട് ഉടൻ പുറത്തുവിടണമെന്നാണ് പ്രധാന ആവശ്യം. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്കായുള്ള സംവരണ മാനദണ്ഡങ്ങളിൽ കേന്ദ്ര സർക്കാർ നിർദ്ദേശങ്ങൾ നടപ്പാക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണമെന്നാണ് സിറോ മലബാർ സഭ മുന്നോട്ട് വയ്ക്കുന്ന രണ്ടാമത്തെ ആവശ്യം. സംസ്ഥാനത്തെ വന്യജീവി ശല്യത്തിന് പരിഹാരമുണ്ടാകണമെന്ന നിർദ്ദേശവും സഭ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. നിലവിലെ വനം വന്യജീവി നിയമങ്ങൾ മനുഷ്യപക്ഷത്തു നിന്ന് മാത്രമേ നടപ്പാക്കാവൂ എന്ന് സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെടുമ്പോൾ തന്നെ മനുഷ്യവിരുദ്ധ വകുപ്പുകൾ പൂർണ്ണമായി ഒഴിവാക്കി നിയമത്തിൽ ഭേദഗതി കൊണ്ടുവരണമെന്ന് കേന്ദ്ര സർക്കാരിനോടും നിർദ്ദേശിക്കുന്നു. തെരഞ്ഞെടുപ്പിൽ ഇക്കാര്യങ്ങൾ മുൻനിർത്തിയാകും പരിഗണന ഉണ്ടാവുകയെന്ന മുന്നറിയിപ്പാണ് സിറോ മലബാർ സഭയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. 24 കൊച്ചി. സംസ്ഥാനത്ത് ഇന്നും നാളെയും താപനില ഉയരുമെന്ന മുന്നറിയിപ്പ്. കോഴിക്കോട്, തിരുവനന്തപുരം, കണ്ണൂർ ജില്ലകളിൽ ചൂട് കൂടും. 4 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് കൂടുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. MG പ്രതീഷ് ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. പ്രതീഷ്, ഈ ഉയർന്ന താപനില മുന്നറിയിപ്പിന്റെ സാഹചര്യത്തിൽ തൊഴിലെടുക്കുന്നവർക്ക്, പുറത്തിറങ്ങുന്നവർക്കൊക്കെ എന്തെങ്കിലും മാർഗനിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ടോ? ഗോകുൽ, നേരത്തെ തന്നെ ആരോഗ്യ വകുപ്പിന്റെയും ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും ജാഗ്രതാ നിർദ്ദേശങ്ങൾ താപനില ഉയരുന്ന സാഹചര്യത്തിൽ പുറപ്പെടുവിച്ചിരുന്നു. ഈ പകൽ സമയങ്ങളിൽ പുറത്തിറങ്ങുന്നവർ പ്രത്യേക ജാഗ്രതാ മുന്നറിയിപ്പുകൾ പാലിക്കണമെന്നതാണ് നിർദ്ദേശം. അതിന് പിന്നാലെയാണ് ഇന്നും കാലാവസ്ഥാ വകുപ്പിന്റെ താപനില മുന്നറിയിപ്പുകൾ വന്നത്. 3 ജില്ലകൾക്കാണ് ഇന്ന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഇന്നും നാളെയും
തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ താപനില ഉയരാനുള്ള സാധ്യതയുണ്ട്. 37 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരുമെന്നതാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. സാധാരണയുള്ള താപനിലയിൽ നിന്ന് 3 മുതൽ 4 ഡിഗ്രി വരെ സെൽഷ്യസ് വർദ്ധിക്കാനാണ് സാധ്യത. അതുകൊണ്ട് തന്നെ ഈ പുറത്തിറങ്ങുന്നവർ 11 മണി മുതൽ 3 മണി വരെ ഒരുപാട് സമയം നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കണമെന്നതാണ് പ്രധാനപ്പെട്ട നിർദ്ദേശം. സ്കൂൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കടക്കം ഇതുമായി ബന്ധപ്പെട്ടുള്ള മുന്നറിയിപ്പുകൾ കൈമാറി കഴിഞ്ഞിട്ടുണ്ട്. ഒപ്പം ഈ നല്ല അളവിൽ വെള്ളം കുടിക്കണമെന്ന് ആരോഗ്യവകുപ്പ് തന്നെ അറിയിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള വാർത്താക്കുറിപ്പും കഴിഞ്ഞ ദിവസം ആരോഗ്യവകുപ്പ് പുറത്തിറങ്ങിയിട്ടുണ്ട്. വരും ദിവസങ്ങളിലും സംസ്ഥാനത്ത് താപനില ഉയരാനുള്ള സാധ്യതയാണ് കാലാവസ്ഥാ വകുപ്പും അറിയിക്കുന്നത്. ശരി പ്രതീക്ഷ, ഏതായാലും ഫെബ്രുവരി പകുതി പിന്നിടുമ്പോഴേക്കും വലിയ ചൂടാണ് സംസ്ഥാനത്ത് എവിടെയും അനുഭവപ്പെടുന്നത്. ഏതായാലും കൂടുതൽ ജാഗ്രതയോടുകൂടി മുൻകരുതലുകളോടുകൂടി പുറത്തിറങ്ങണം. പുറത്ത് തുറസായ സ്ഥലങ്ങളിൽ സൂര്യപ്രകാശം ഏൽക്കുന്ന ഇടങ്ങളിലൊക്കെ തൊഴിലെടുക്കുന്നവർ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്നതാണ് മുന്നറിയിപ്പും നിർദ്ദേശവും. കോൺഗ്രസിനെ കടന്നാക്രമിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോൺഗ്രസ് രാജ്യത്തിന്റെ അസ്ഥിരതയുടെ ഭാഗമെന്ന് പരിഹാസം. കഴിഞ്ഞ 10 വർഷത്തെ BJP ഭരണത്തിലൂടെ അഴിമതിയിൽ നിന്ന് രാജ്യത്തെ മോചിപ്പിക്കാനായെന്നും നരേന്ദ്രമോദി പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 400 സീറ്റ് നേടി NDA വീണ്ടും അധികാരത്തിലെത്തും. അടുത്ത 100 ദിവസം BJP പ്രവർത്തകർ പുതിയ ഊർജ്ജത്തോടെ പ്രവർത്തിക്കണമെന്നും BJP ദേശീയ കൗൺസിൽ യോഗത്തിൽ പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. सबका विश्वास हासिल करना है और जब सबका प्रयास होगा तो देश की सेवा के लिए सबसे ज्यादा सीटें भी बीजेपी को ही मिलेगी. അച്യുതനുണ്ട് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി. അച്യുതൻ, തെരഞ്ഞെടുപ്പുമായി തൊട്ട് മുമ്പുള്ള തെരഞ്ഞെടുപ്പ് മാത്രം അജണ്ടയായുള്ള ഒരു ദേശീയ കൗൺസിൽ യോഗം, അതിൽ പുതിയ തന്ത്രങ്ങൾ, പ്രചാരണം സംബന്ധിച്ചുള്ള പുതിയ നിർദ്ദേശങ്ങളൊക്കെ ഉയർന്നു വന്നിട്ടുണ്ടാവുമല്ലോ. ഒപ്പം പ്രധാനമന്ത്രിക്ക് കോൺഗ്രസിനോടുള്ള പരിഹാസം. തീർച്ചയായിട്ടും ഗോകുൽ, ഈ BJPയുടെ ദേശീയ കൗൺസിൽ യോഗം ഇന്ന് പൂർത്തിയാവുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിനിടയിലാണ് കോൺഗ്രസിനെ കടന്നാക്രമിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ അഭിസംബോധന പ്രസംഗം നടത്തുന്നത്. ഈ സമീപകാലത്തെ പല പ്രധാനമന്ത്രിയുടെ പ്രസംഗങ്ങൾ എടുത്താൽ തന്നെയും പാർലമെന്റിനകത്തായിരുന്നാലും പുറത്തായിരുന്നാലും ഇന്ത്യ മുന്നണിയെ വിമർശിക്കുന്നതിനേക്കാൾ ഒരുപടി കോൺഗ്രസിനെ പലതവണ കടന്നാക്രമിക്കുന്നുണ്ട്. കോൺഗ്രസിനെ ലക്ഷ്യം വെച്ച് തന്നെയാണ് ഓരോ വാക്കുകളും പ്രധാനമന്ത്രി പ്രയോഗിച്ചത്. ഇന്നത്തെ ഈ അഭിസംബോധനയിലും കോൺഗ്രസ് പാർട്ടി അഴിമതിയും അതുപോലെ കുടുംബവാഴ്ചയും നിറഞ്ഞതാണ്. വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ അല്ലെങ്കിൽ പാലിക്കുവാൻ ഈ ഇന്ത്യ മുന്നണിക്ക് കഴിയുന്നില്ല. അങ്ങനെ പ്രതിപക്ഷത്തെയും കോൺഗ്രസിനെയും ഒരുപോലെ വിമർശിക്കുന്നുണ്ട്. രാജ്യത്തെ ജനങ്ങളെ ജാതിയുടെയും വിശ്വാസത്തിൻ്റെയും പേരിൽ ഭിന്നിപ്പിക്കുന്നു. ശ്രീ ഭഗവാൻ രാമനെ കോൺഗ്രസ് അംഗീകരിക്കുന്നില്ല. അങ്ങനെ നിരവധി വിമർശനങ്ങളാണ് കോൺഗ്രസിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രധാനമന്ത്രി പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചത്. ഒപ്പം തന്നെ വികസന നേട്ടങ്ങളും എണ്ണി പറയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. കർഷക സമര പശ്ചാത്തലത്തിൽ കർഷകർക്കായി നടപ്പാക്കിയ പദ്ധതികളും പ്രധാനമന്ത്രി ഓർത്തെടുത്താണ് പറഞ്ഞത്. മറ്റ് ജനവിഭാഗങ്ങളെ, ആദിവാസി വിഭാഗങ്ങൾക്കായി സമൂഹത്തിനായി പ്രഖ്യാപിച്ച പദ്ധതികൾ, അതുപോലെ തന്നെ നാരീശക്തി, സേനയിലടക്കം അവരുടെ പ്രവേശനത്തിൽ 2 ഇരട്ടി വർധനവ്, അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കാലഘട്ടത്താണ് ഉണ്ടായത്. വികസിത് ഭാരത് എന്ന് പറയുന്ന ലക്ഷ്യത്തിലേക്ക് എത്താൻ NDA സർക്കാരിന് മാത്രമേ കഴിയൂ എന്നും പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുമ്പോൾ പ്രവർത്തകരോട് ഇനിയുള്ള 100 ദിവസങ്ങൾ നിർണായകമാണ്. ആ 100 ദിവസവും പുതിയ വോട്ടർമാരിലേക്ക് എത്തി പാർട്ടിയുടെ നേട്ടങ്ങൾ അവരിലേക്ക് എത്തിക്കുവാനുള്ള നിർദ്ദേശം കൂടി ഈ ഒരു ഘട്ടത്തിൽ പ്രധാനമന്ത്രി നൽകുന്നുണ്ട്. എന്തായാലും ഈ BJP ദേശീയ കൗൺസിൽ യോഗം ഇന്ന് പൂർത്തിയാകും. JP നദ്ദയുടെ കാലാവധി ജൂൺ വരെ നീട്ടിക്കൊണ്ടുള്ള ആ ഒരു നിർദ്ദേശം യോഗം അംഗീകരിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഗോകുൽ, ശരി. ഏതായാലും തെരഞ്ഞെടുപ്പിന് മുമ്പ് നടന്ന വിശാലമായ ദേശീയ കൗൺസിൽ യോഗത്തിൽ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ മാത്രമായിരുന്നു അജണ്ട. കൂടുതൽ ശക്തിയുക്തം പ്രവർത്തനങ്ങളിലേക്ക്, തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളിലേക്ക് കടക്കുക എന്ന നിർദ്ദേശമാണ് പ്രധാനമന്ത്രി നൽകുന്നത്. ഒപ്പം കോൺഗ്രസിനെ കടുത്ത ഭാഷയിൽ പരിഹസിക്കുകയും വിമർശിക്കുകയും ചെയ്യുന്നുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ കൂടുതൽ കോൺഗ്രസ് നേതാക്കൾ BJPയിലേക്കെന്ന സൂചന. കമൽനാഥിനും നവ്ജോത് സിംഗ് സിദ്ധുവിനും പുറമെ മനീഷ് തിവാരിയും പാർട്ടി വിടുന്നുവെന്നാണ് റിപ്പോർട്ട്. എന്നാൽ വാർത്ത അടിസ്ഥാനരഹിതമെന്ന് മനീഷ് തിവാരിയുടെ ഓഫീസ് പ്രതികരിച്ചു. ഇന്ത്യ സഖ്യം 7 കുടുംബങ്ങളുടെ മുന്നണിയെന്ന് BJP ദേശീയ കൗൺസിലിൽ അമിത്ഷാ വിമർശിച്ചു. മധ്യപ്രദേശിലെ മുതിർന്ന കോൺഗ്രസ് നേതാവ് കമൽനാഥും മകൻ നകുൽനാഥും BJPയിലേക്കെന്ന അഭ്യൂഹങ്ങൾ ശക്തമാകുന്നതിനിടയിലാണ് കോൺഗ്രസ് MP മനീഷ് തിവാരിയെ പറ്റിയുള്ള വാർത്തകളും പ്രചരിച്ചത്. BJPയിലെ നേതാക്കളുമായി തിവാരി ചർച്ച നടത്തിയെന്നും ഉടൻ കോൺഗ്രസ് വിടുമെന്നുമായിരുന്നു റിപ്പോർട്ടുകൾ. മനീഷ് തിവാരി BJPയിലേക്ക് പോകില്ലെന്നും അടിസ്ഥാനരഹിതമായ വാർത്തകളാണ് പ്രചരിക്കുന്നതെന്നും
MPയുടെ ഓഫീസ് വ്യക്തമാക്കി. കോൺഗ്രസ് വിട്ട് BJPയിൽ ചേരുമോ എന്നതിൽ കമൽനാഥ് ഇപ്പോഴും വ്യക്തത വരുത്തിയിട്ടില്ല. ഡൽഹിയിൽ തുടരുന്ന സാഹചര്യത്തിൽ കമൽനാഥ് BJP ദേശീയ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയേക്കുമെന്നാണ് റിപ്പോർട്ട്. പഞ്ചാബിൽ കോൺഗ്രസിനുള്ളിലെ പോര് മുറുകുന്നതിനിടെ നവജോത് സിംഗ് സിദ്ധുവും പാർട്ടി വിട്ടേക്കുമെന്നാണ് വിവരം. അതിനിടെ അഴിമതിക്കാരുടെ സഖ്യമാണ് ഇന്ത്യ മുന്നണിയെന്ന് BJP ദേശീയ കൗൺസിൽ യോഗത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ വിമർശിച്ചു. ये शुरुआत आजादी के दूसरे दिन होनी चाहिए थी, परंतु जब तक कांग्रेस रही, जब तक इंडिया अलायंस वाले रहे, इसकी कल्पना भी नहीं की मोदी जी ने गुलाम. ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുമ്പോൾ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾക്ക് നിർണായകമാണ് വരും ദിവസങ്ങൾ. 24 ഡൽഹി. RMP നേതാവ് TP ചന്ദ്രശേഖരൻ വധക്കേസിൽ വിചാരണ കോടതി വിധി ചോദ്യം ചെയ്തുള്ള വിവിധ അപ്പീലുകളിൽ ഹൈക്കോടതി നാളെ വിധി പറയും. നാളെ രാവിലെ 10:15 ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വിധി പറയുക. 2012 മെയ് 4 RMP സ്ഥാപക നേതാവ് TP ചന്ദ്രശേഖരനെ ഒരു സംഘം ബോംബെറിഞ്ഞ് വീഴ്ത്തിയ ശേഷം വെട്ടിക്കൊലപ്പെടുത്തിയത്. TP ചന്ദ്രശേഖരൻ വധക്കേസിൽ ശിക്ഷാവിധി ചോദ്യം ചെയ്ത് പ്രതികൾക്ക് പരമാവധി ശിക്ഷ നൽകണമെന്നാവശ്യപ്പെട്ട് സർക്കാരും CPIM നേതാവ് P. മോഹൻ ഉൾപ്പെടെയുള്ള പ്രതികളെ വിട്ടയച്ചതിനെതിരെ KK രമയും നൽകിയ അപ്പീലുകളിലാണ് നാളെ നിർണായക വിധി വരിക. FIRൽ കൃത്യമായി എത്ര പ്രതികളുണ്ടെന്ന് പറയുന്നില്ലെന്നും പലരെയും കേസിൽ പ്രതി ചേർത്തതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നുമാണ് പ്രതികളുടെ വാദം. P. മോഹൻ ഉൾപ്പെടെയുള്ള പ്രതികളെ വിട്ടയച്ചതിന് പിന്നിൽ CPIM ഇടപെടലുണ്ടെന്ന് KK രമയും വാദിക്കുന്നു. നാളെ രാവിലെ 10:15 ജസ്റ്റിസുമാരായ ജയശങ്കരൻ നമ്പ്യാർ, കൗസർ അടപ്പകത്ത് എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചാണ് അപ്പീലുകളിൽ വിധി പറയുന്നത്. വടകരക്കടുത്ത് വള്ളിക്കാട് വെച്ചാണ് 2012 മെയ് 4 RMP സ്ഥാപക നേതാവ് TP ചന്ദ്രശേഖരനെ ഒരു സംഘം ബോംബെറിഞ്ഞ് വീഴ്ത്തിയ ശേഷം വെട്ടിക്കൊലപ്പെടുത്തിയത്. CPIM വിട്ട് ഒഞ്ചിയത്ത് RMP എന്ന പാർട്ടി ഉണ്ടാക്കിയതിന്റെ പക തീർക്കാൻ CPIMകാരായ പ്രതികൾ ചന്ദ്രശേഖരനെ വെട്ടിക്കൊലപ്പെടുത്തിയെന്നാണ് കേസ്. വിചാരണയ്ക്ക് ശേഷം 2014 11 പ്രതികളെ ജീവപര്യന്തം തടവിനും ഒരാളെ 3 വർഷം തടവിനും ശിക്ഷിച്ചിരുന്നു. 36 പ്രതികളുണ്ടായിരുന്ന കേസിൽ CPIM നേതാവായ P. മോഹൻ ഉൾപ്പെടെ 24 പേരെ കോടതി വെറുതെ വിട്ടിരുന്നു. 24 കൊച്ചി. വിലവർധന നടപ്പാക്കിയെങ്കിലും സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ സബ്സിഡി സാധനങ്ങൾ എത്തുന്നത് വൈകും. കരാറുകാരുടെ ബഹിഷ്കരണത്തെ തുടർന്ന് 6 ഇനങ്ങൾക്കായി പ്രസിദ്ധീകരിച്ച ടെൻഡർ പിൻവലിച്ചു. 250 കോടിയെങ്കിലും ലഭിക്കാതെ ലേലത്തിൽ പങ്കെടുക്കില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കരാറുകാർ. സപ്ലൈകോയിലെ സബ്സിഡി സാധനങ്ങളുടെ വില വർദ്ധിപ്പിച്ച ഉത്തരവിന് പിന്നാലെ സാധനങ്ങൾ ഔട്ട്ലെറ്റുകളിൽ എത്തിക്കുമെന്നായിരുന്നു സർക്കാർ വാഗ്ദാനം. ഇതിനായി ഫെബ്രുവരി 13 സപ്ലൈകോ ടെൻഡർ ക്ഷണിച്ചു. ഇത് സപ്ലൈകോയുടെ വെബ്സൈറ്റിലും പ്രസിദ്ധീകരിച്ചിരുന്നു. അരി, പയർ, പഞ്ചസാര, മുളക്, മല്ലി തുടങ്ങി 6 ഇനങ്ങൾക്കായിരുന്നു ടെൻഡർ. 20 വരെ ഈ ടെൻഡറിലൂടെ ലേലത്തിൽ പങ്കെടുക്കാമെന്നായിരുന്നു വ്യവസ്ഥ. എന്നാൽ 5 ദിവസം കഴിഞ്ഞിട്ടും കരാറുകാർ പങ്കെടുക്കാത്ത സാഹചര്യത്തിൽ സപ്ലൈകോ തന്നെ ടെൻഡർ പിൻവലിച്ചു. കുടിശ്ശിക തുകയിൽ 250 കോടിയെങ്കിലും ലഭിക്കാതെ ടെൻഡറിൽ പങ്കെടുക്കില്ലെന്ന നിലപാടിലാണ് കരാറുകാർ. ഓണത്തിനും ക്രിസ്മസിനും പ്രത്യേക വിപണി നടത്തേണ്ട തുക പോലും കരാറുകാർക്ക് ലഭിച്ചിട്ടില്ല. ഈ സാഹചര്യത്തിൽ കരാറുകാരുമായി ഇനി വീണ്ടും ചർച്ച നടത്തിയതുകൊണ്ട് പ്രയോജനമില്ലെന്നാണ് സർക്കാർ നിലപാട്. ധനവകുപ്പിൽ സമ്മർദ്ദം ചെലുത്തി തുക അനുവദിപ്പിക്കാനുള്ള ശ്രമവും നടക്കുന്നുണ്ട്. VA ഗിരീഷ്, 24 തിരുവനന്തപുരം. ഇതോടെ ഇന്ന് സംഭവിച്ചത് പൂർണ്ണമാകുന്നു.